أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم. ഈ മഹത്തായ പരിപാടിയിൽ ആധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമി, ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MP മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ സ്വാഗതം ആശംസിച്ച ലക്കുമാൻ ഫൈസി തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ അലവിക്കുട്ടി ഹാജി തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സമസ്തയുടെ പ്രവർത്തകന്മാരെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ബഹുമാന്യരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഒരു ഒരുമിച്ച് കൂടലാണിത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ മഹാന്മാരായ സമസ്തയുടെ നേതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ അടക്കമുള്ള ബന്ധപ്പെട്ടവർ, ഈ ദീനിന് അതുപോലെ നമ്മുടെയൊക്കെ സ്നേഹജനങ്ങൾ, അള്ളാഹു എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ വിളിച്ചപ്പോൾ ഒരുപാട് അകലെയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നാലും പങ്കെടുക്കണമെന്ന് പലരും നിർബന്ധിച്ചപ്പോൾ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ സംഘാടകർക്ക് നന്ദി പറയുകയും അള്ളാഹുവിന് തുതിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഏതാനും വിഷയങ്ങൾ മാത്രമാണ് പറയാൻ പോകുന്നത്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഇത് സമസ്തയുടെ പരിപാടിയാണ്. ഇവിടെ ഇനി നാളെ മറ്റന്നാൾ അല്ലേ, 3-ാം തീയതി ഇൻഷാ അല്ലാഹ് സമസ്തയുടെ പുതിയ വിദ്യാഭ്യാസ പരിപാടിയുടെ ഈ വർഷത്തെ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ പോവുകയാണ്. CIC ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ആണത്. ഇതിപ്പോൾ ഈ വഫിയ പ്രശ്നം വന്നപ്പോൾ ആസൂത്രണം ചെയ്തതല്ല ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. സമസ്ത 100-ാം വാർഷികത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തൊക്കെ ഈ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് നമുക്ക് നടപ്പാക്കണമെന്നതിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു. സമസ്തയുടെ നിർദ്ദേശമനുസരിച്ച്, മുഷാവറയുടെ ആവശ്യമനുസരിച്ച് അങ്ങനെ കുറേ പരിപാടികൾ, പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 100-ാം വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ ആ പരിപാടികളൊക്കെ നടന്നു വരും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത്. അന്ന് ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പോയി എന്ന് വെച്ചാൽ, കാലത്തിന് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമൂഹമാണ് വളർന്നു വരേണ്ടത്. അത് കേരളത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ. കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതേ അവസരം ഇന്ത്യയുടെ മറ്റു സ്റ്റേറ്റുകളുടെ സ്ഥിതി പലപ്പോഴും വളരെ വിഷമകരമാണ്. ഈ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ നിങ്ങൾക്കൊക്കെ അറിയാം. ആ ആളുകൾ വാസ്തവത്തിൽ അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ റളിയല്ലാഹു പറയുന്ന ഒരവസ്ഥയാണ്. അത്ര വലിയ പേരായിരിക്കും. പക്ഷേ അവരും ദീനും തമ്മിൽ വളരെ വലിയ ബന്ധമൊന്നുമില്ല. ശരിക്കും നിസ്കരിക്കാൻ അവരിൽ പലർക്കും അറിയില്ല. ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ അറിയില്ല.
അങ്ങനെയുള്ള ആളുകളാണ് അവരിൽ പലരും എന്ന് നമുക്കൊക്കെ അനുഭവങ്ങളാണല്ലോ. എന്തേ അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അവിടെ സമസ്ത ഉണ്ടായില്ല എന്നേ നമുക്ക് മറുപടി പറയാനുള്ളൂ. അവിടെ പണ്ഡിതന്മാരുണ്ട്, പ്രഭുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. മാത്രമല്ല ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിങ്ങൾ ഭരണം നടത്തിയ പ്രദേശങ്ങളാണത്. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയാൻ കഴിയും. പക്ഷേ ഇന്ന് അവരുടെ അവസ്ഥ ഇത് ആണ്. അതെന്തുകൊണ്ട്? സമസ്ത അവിടെ ഉണ്ടായില്ല എന്നുള്ളതല്ലേ. സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന ആ ആശയം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം ആ നാട്ടിലുണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സമുദായത്തിന് ആവശ്യമുള്ളതായ സംഗതികളെക്കുറിച്ച് സുദീർഘമായി ചർച്ച ചെയ്ത് ഉമറാക്കളെയും ഉലമാക്കളെയും ഒരുമിച്ച് കൂട്ടി സാധാരണക്കാരെ ഒത്തുചേർത്ത് അവരുടെ വിഷയങ്ങൾ മുമ്പിൽ വച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ നടപ്പാക്കാൻ ആവശ്യമായ സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇതുപോലെ ചെയ്തു കൊടുക്കാൻ അവിടെ പണ്ഡിതന്മാരില്ലായിട്ടല്ല, സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടായിട്ടല്ല. ഇവിടൊക്കെ വലിയ കോടീശ്വരന്മാർ അവിടങ്ങളിലൊക്കെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. അവിടെ പണ്ഡിതന്മാരുണ്ട്. ലക്നൗവിലൊക്കെ വലിയ വലിയ കോളേജുകളില്ലേ, ദയൂബന്ദ് വലിയ വലിയ കോളേജല്ലേ. എന്നിട്ട് അവിടെയുള്ള പണ്ഡിതന്മാർക്ക് അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, പ്രത്യേകിച്ചും ദീനി വിദ്യാഭ്യാസം ആ തലമുറക്ക് ലഭിക്കാതെ പോയി എന്നുള്ളതാണ്. അത് ലഭിക്കണം എന്ന് സമസ്ത ഇന്ന് ഉദ്ദേശിച്ചതല്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ മുമ്പ്, നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, ബഷീർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, ഈ സമസ്തയുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു അദ്ദേഹം ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ ഇവിടെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. മഹാനവറുകൾ അതിബുദ്ധിയായിരുന്നു. ആ ബുദ്ധി അള്ളാഹുവിൻ്റെ ദീനിന് ഉപയോഗപ്പെടുത്താനുള്ള ചിന്താശേഷി മാത്രമല്ല, അതിനുള്ളതായ ആർജവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അവസാന ഭാഗമാണ് ദാറുൽ ഹുദ എന്നുള്ളത്. അതിൻ്റെ ആദ്യ പ്രിൻസിപ്പാളും അദ്ദേഹമായിരുന്നു. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അദ്ദേഹം അതിൻ്റെ ഒരു ബേസ് ഇപ്പോൾ 12 വർഷമാണല്ലോ കൂടിയാൽ, 10 വർഷം പിന്നെ 2 വർഷം. അദ്ദേഹം ആ 12 വർഷമെങ്ങാനും ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നീ കാണുന്ന ഹുദവികളാവുകയില്ലായിരുന്നു ഈ തലമുറക്ക് സംഭാവനയായി ലഭിക്കുക എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ, രേഖപ്പെടുത്തി വെക്കാനുള്ള അവസരം കിട്ടിയില്ല. അദ്ദേഹം ആ ദാറുൽ ഹുദ ഉദ്ഘാടനം ചെയ്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വളരെ വലിയ വൈകാതെ ഈ ലോകത്തോട് വിടവാങ്ങി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹമൊക്കെ അതുപോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കൾ, അവരൊക്കെ ശരിപാത നമ്മുടെ മുമ്പിൽ വരച്ചു വച്ചിട്ടുണ്ട്. അതിലുറച്ചു നിന്നുകൊണ്ട് ജീവിക്കാനും അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു മറ്റ് പ്രദേശങ്ങളിൽ സമസ്തയില്ല എന്നുള്ളത്. എന്താ സമസ്ത? നിങ്ങൾ സ്വാഗത പ്രസംഗത്തിലും ശേഷമൊക്കെ കേട്ടു. എന്താ സമസ്ത? സമസ്ത എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? എന്താണ് സമസ്ത ഉണ്ടാകാനുള്ള പാശ്ചാത്തലം? എല്ലാം നിങ്ങൾക്കൊക്കെ അറിയുന്നവരുടെ ഇരിക്കുന്ന അധിക ആളും ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കിയവരാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട് എന്ന്, അത് ചരിത്രമാണ്. കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലിരുന്നു കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട്
അള്ളാഹുവിൻ്റെ ദീനിനെ പുൽകാൻ മഹാഭാഗ്യം ലഭിച്ച് ഒരു കേരളീയനായ സഹാബിയെ സംബന്ധിച്ച് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളവും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം. ആ കാലഘട്ടം തൊട്ട് സഹാബിമാർ, നമ്മുടെ കേരളത്തിൽ തന്നെ സഹാബിമാരുടെ ഖബർ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അത് തൊട്ട് താബീങ്ങൾ താബീങ്ങൾ അങ്ങനെ എല്ലാ കാലങ്ങളും ഇസ്ലാമിൻ്റെ കേന്ദ്രവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈജിപ്തിലൂടെ വന്നതുണ്ടാവും, മക്ക മദീനയിലൂടെ വന്നതുണ്ടാവും, യമനിലൂടെ വന്നതുണ്ടാവും. അതിൽ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ വളരെ വലിയ മഹാന്മാർ യമനിലൂടെ വന്നവരാ. കാരണം യമനെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനമാണ്, അറിവാണ്, ഹിക്മത്താണ് യമാൻ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ വന്ന മഹാന്മാരായ സയ്യിദുമാർ, അവരുടെ കബീലകളൊക്കെ പരിശോധിച്ചാൽ അവർ യമനിൽ നിന്ന് വന്നവരാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ തുടങ്ങിയുള്ള മഹാന്മാരുടെയൊക്കെ വേരുകൾ ചെന്നെത്തുന്നത് യമനിലേക്കാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മിലേക്ക് വന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട്. അപ്പം അവരുടെ ആശയങ്ങൾ എന്തായിരുന്നു? അവരെന്താണ് ഇവിടെ വിശ്വസിച്ചത്? എന്താണ് ഇവിടെ അവർ ആചരിച്ചത്? എന്തായിരുന്നു അവരുടെ നിലപാട്? എല്ലാവർക്കും സുവ്യക്തം. അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമായിരുന്നു ആ കാലഘട്ടം മുതൽ എല്ലാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ അന അലൈഹി വസ്ഹാബി, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുമ്പോൾ. ഇവിടെ മറ്റു വിഭാഗങ്ങൾ 22 കക്ഷികളായി, എൻ്റെ ഉമ്മത്ത് 23 കക്ഷികളാകും, 22 നരകത്തിലേക്കാണ്, ഒരു കക്ഷി മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന്, വിജയത്തിൻ്റെ കക്ഷികൾ ഒന്ന് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആലാൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, മാഹിയ യാ റസൂലല്ലാഹ്, ആ മില്ലത്ത്, ആ വിഭാഗം ആരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടിയാണ് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊരു ആശയത്തിലും ആദർശത്തിലുമാണോ നിലകൊള്ളുന്നത്, അതാരാണോ സ്വീകരിക്കുന്നത് അവരാണ്, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാ. സുന്നത്തി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രവർത്തനങ്ങളടങ്ങമുള്ള ആ ചര്യ, ആ അഹ്ലുസുന്നത്തി വൽ ജമാ. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആ സഹാബത്താകുന്ന സംഘം, അവരുടെ മാതൃക സ്വീകരിച്ച് ജീവിച്ച് പോരുന്നവരാരോ അവരാണ് വിജയികൾ എന്ന്, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലുള്ള ജനങ്ങൾ, മുസ്ലിങ്ങൾ, അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം അനുസരിച്ചാണ്. എന്താ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം? പണ്ടൊക്കെ നമ്മൾ ആധാരത്തേക്ക് വഖഫിനും അതുപോലെ വഖഫ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സംഘടനകളൊക്കെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് നാലാലൊരു മദ്ഹബ് സ്വീകരിച്ച, അതുപോലെ തന്നെ 2 തരീഖത്തുകളിൽ ഒന്ന് സ്വീകരിച്ചവർ എന്ന, അതായിരുന്നു ഇവിടെ ഈ കേരളീയ മുസ്ലിങ്ങൾ. അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അതായിരുന്നു. അധികവും തന്നെ ശാഫി മദ്ഹബായിരുന്നു. അപ്പം അങ്ങനെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ, അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ പേരിൽ കക്ഷികളുണ്ടായിരുന്നില്ല. ആ നിലക്ക് 1300 വർഷങ്ങളോളം അതിവിടെ കഴിഞ്ഞുപോയി. എല്ലാവരും ഒരേ വിശ്വാസം, എല്ലാവരും ഒരേ ആചാരം, എല്ലാവരും ഒരേ സംസ്കാരം, അതിൽ കടന്നു പോയത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിന് ചില ആളുകൾ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. പരിഷ്കരണവാദികൾ എന്നാണ് അവരെ സംബന്ധിച്ച് സ്വയം പരിചയപ്പെടുത്തുന്നത്. ആ പരിഷ്കരണവാദികൾ എന്ന് പറഞ്ഞാൽ ആദ്യമായി ആ ആശയത്തിൽ കടന്നു വന്നത് വഹാബികളാണ്. ആ തെക്കൻ ഭാഗത്ത് തുടങ്ങി അതങ്ങനെ നിഷ്പക്ഷ സംഘം, ഐക്യസംഘമൊക്കെ ആയാണ്ട് ഇങ്ങനെ പോന്നിട്ട് ആ തെക്കൻ ഭാഗത്തുള്ള ഇവർ ഈ വടക്കൻ ഭാഗത്തേക്ക്, ഈ മലബാർ മേഖലകളിലേക്കും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തുടങ്ങി.
ഓരോ സ്ഥലത്തും തന്നെ നമ്മുടെ ഉലമാക്കളിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർക്കെതിരെ ശക്തമായി പടപൊരുതി എന്നുള്ള ചരിത്രമാണ്. എന്നാൽ അവരാകട്ടെ അഭ്യസ്തവിദ്യരെയും സമ്പന്നന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് വഹാബി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചത്. എന്നും അങ്ങനെ തന്നെയാണ് വഹാബി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചത്. അതിങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവർ സംഘടിത രൂപം, ഞാൻ പറഞ്ഞല്ലോ, നിഷ്പക്ഷ സംഘം, ഐക്യസംഘം, പിന്നെ കേരള ജമിയത്തുൽ ഉലമ, ഇങ്ങനെ പല പേരും പറഞ്ഞിട്ട് അവർ സംഘടിത രൂപം കൊടുത്തു. അപ്പം അവരെ നേരിടാൻ സംഘടിത രൂപം തന്നെ വേണമെന്ന് ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, ഈ സമുദായത്തിൻ്റെ നേതാക്കൾ അവർ കാണുകയും അതനുസരിച്ച് അത് സംബന്ധിച്ച് ആലോചിക്കാൻ കോഴിക്കോട് 1925 ഒന്ന് കൂടി അതിന് താൽക്കാലികം ഒരു സംഘടന ഉണ്ടാക്കി. പിന്നീട് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു കൊല്ലക്കാലം നിരന്തരം പ്രവർത്തിച്ചു. പിന്നീട് 1926 ജൂൺ മാസത്തിലാണ് നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പേരിലായിക്കൊണ്ട് സംഘടിതമായ രൂപം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമ്മൾ ഓർക്കുകയാണ്. അവരുടെ പ്രവർത്തനം നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ആദ്യം ഈ ആശയത്തെ, ഈ ആദർശത്തെ ജനങ്ങളിൽ ഉറപ്പിച്ച് നിർത്തലായിരുന്നു അവരുടെ പരിപാടി. അന്ന് എങ്ങനെയെന്ന് വെച്ചാൽ വല്ലാത്ത വിഷമം സഹിച്ചുകൊണ്ടായിരുന്നു അവർ ആ പരിപാടി നടത്തിയിരുന്നത്. ഇന്ന് നമുക്ക് ഒരു യോഗം വിളിക്കണം എന്ന് വെച്ചാൽ ആ വാട്സപ്പിൽ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നിൽക്കുക, അതിനോട് കൂടി സംഗതികൾ എല്ലാ ആളുകളിലേക്കും എത്തി അവർ കൊടുക്കും. അല്ലെങ്കിൽ ഒരു പത്രത്തിലൊരു പ്രസ്താവന കൊടുത്താൽ മതി, അവരെല്ലാവരും എത്തും. പക്ഷേ അന്ന് പത്രമില്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയും കൂടി അല്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ ഇത് നേരിട്ട് ആളുകളെ ചെന്ന് കണ്ട് ക്ഷണിച്ചുകൊണ്ട് യോഗങ്ങൾ സംഘടിപ്പിച്ച്, സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് അവരെന്തുമാത്രം ആണ് കഷ്ടപ്പെട്ടിരിക്കുക. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും റോഡുകളാണ്, എവിടെയും വാഹനങ്ങളുടെ തിരക്ക് കൊണ്ട് നമ്മൾ ഇടങ്ങേറാകുക. പക്ഷേ ഇതുപോലെയുള്ള സുഗമമായ റോഡുകൾ അന്നില്ല. അതുപോലെ തന്നെ കുഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരാൻ വഴികളില്ല, നടക്കല്ലാതെ എത്തിച്ചേരാൻ. അവിടെ ഒക്കെ ചെന്നുകൊണ്ട് ആ മഹാന്മാരായ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, ഉസ്താദന്മാർ എന്തുമാത്രം ത്യാഗം സഹിച്ചിരിക്കും ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി എന്ന് നമുക്ക് ആലോചിച്ചാൽ മതി. എത്ര 25 വർഷക്കാലം ഇത് തന്നെ കാര്യമാരുടെ പ്രവർത്തനം. നമുക്കറിയാമല്ലോ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം വരുമ്പോൾ ബഹുമാനപ്പെട്ട മക്കായിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന സൂറകൾ, ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്കധികവും കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ തൗഹീദ്, ഷിർക്ക്, അതുപോലെയുള്ള സംഗതികൾ, വിശ്വാസപരമായ കാര്യങ്ങൾ ഉറപ്പിച്ച് നിർത്താനുള്ള കാര്യങ്ങളാണ് അധികം. പിന്നെ മദീനയിൽ വന്നതിൻ്റെ ശേഷം അതിൻ്റെ മാറ്റമുണ്ട്. പക്ഷേ പ്രധാനമായി ഇത് തന്നെയാണ് സമസ്ത മാതൃകയായി സ്വീകരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കാലങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നടന്നു. അന്ന് സമസ്ത ആ കാലഘട്ടത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുമാത്രം ദീർഘദൃഷ്ടിയാണ് അവർക്കതിലുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഭരണഘടനയിൽ 1ഉം 2ഉം വകുപ്പുകൾ സുന്നത്ത് ജമാഅത്താണ്. വേറെയും വകുപ്പുകളുണ്ട്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുണ്ട്, മതവിദ്യാഭ്യാസം, ലൗകിക വിദ്യാഭ്യാസം, അതുപോലെയുള്ള സംഗതികളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് പൊതുവായിട്ട് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഭരണഘടനയിലുണ്ട്. പക്ഷേ അതിൽ ഒന്നാമത്തെയും എയും ബിയും അതിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉണ്ടായത്? അത് അവർ കൊടുത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ആലോചിച്ചാൽ അറിയും. അന്ന് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിർത്താൻ വേണ്ടി ആ സമസ്ത ഉണ്ടായത്. അതുകൊണ്ട് അതിൽ ഒന്നാമത് പറയുന്ന പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണം ഒന്നാമത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
രണ്ടാമത് പിന്നെ പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണം. രണ്ട്, അതിനെതിരെ വരുന്ന പ്രതിലോമ ശക്തികളോടുള്ള പ്രതികരണം, പ്രതിരോധം. അതാണ് രണ്ടാമത്തെ. രണ്ടും സുന്നത്ത് ജമാഅത്താണ്. അതുകൊണ്ട് തന്നെ സമസ്തയെ സംബന്ധിച്ച് പിന്നെ വേറെ പിന്നെ മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവരുടെ അവകാശം സംരക്ഷിക്കാനുള്ള. അതുപോലെ തന്നെ മതവിദ്യാഭ്യാസം, ലൗകികവിദ്യാഭ്യാസം ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് സുന്നത്ത് ജമാഅത്തിനായിരുന്നു. കാരണം അതിനു വേണ്ടിയാണ് പ്രധാനമായും സമസ്തയുണ്ടായത്. അപ്പോൾ നമ്മളും അതേ രൂപത്തിൽ തന്നെയാണ് സമസ്തയെ കാണേണ്ടതും. ഇത് ഒരു ആവശ്യമാണ്. ഇനി നിങ്ങൾക്കറിയാമല്ലോ വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം സമസ്ത ചെയ്തിട്ടുണ്ട്. മതവിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം കെട്ടുറപ്പുള്ള ഭദ്രതയുള്ള ഒരു പിന്നെ പദ്ധതി ലോകത്ത് ഏതെങ്കിലും സമുദായത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടോ? കാണാൻ കഴിയില്ല. കാലത്തിന് അനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകാനുള്ള പുതിയ പുതിയ പദ്ധതികളുമായിട്ടാണ് സമസ്ത ഓരോ വർഷവും തന്നെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഈ മദ്രസ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്നവരാണ് വെച്ചാലും ശരി, അത് ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെ ജീവിക്കുകയാണെങ്കിലും ശരി, നമ്മളെ ആളുകളൊക്കെ അവിടങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടിയൊക്കെ എന്താ പഠിപ്പിക്കാൻ കഴിയുക, മദ്രസ പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു വേദനയും ഒരു വിഷമം വേണ്ട. അതിനുള്ള സംവിധാനങ്ങളാണ് സമസ്ത. ഇപ്പോൾ ബ്രിട്ടനിലുള്ളതായിരിക്കുന്ന പിന്നെ ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ കുറേ മലയാളികളുണ്ട്, ഒരുപാട് മലയാളികൾ ജീവിക്കുന്നുണ്ട്. തങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കണ്ടാൽ ഇവിടെ പഠിപ്പിക്കുന്ന അതേ മദ്രസ അതേ വിധത്തിൽ അവരുടെ നാട്ടിൽ പഠിപ്പിക്കാനുള്ളതായ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സമസ്ത. അതാണ് ഞാൻ കാലത്തിനനുസരിച്ച് സമസ്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ പിന്നെ മതവിദ്യാഭ്യാസ രംഗത്ത്, പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തിന് പുറമേ ഉയർന്ന വിദ്യാഭ്യാസം, മതപരമായും ഭൗതികമായും ഉയർന്ന വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ രൂപങ്ങളും ഇവിടെ പിന്നെ പറയപ്പെടുകയുണ്ടായി. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന അവസരത്തിൽ ഇത് പെട്ടെന്ന് ആളുകളടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും സ്വീകരിക്കുക, ആരും അതിനെ എതിർക്കൂല, ഈ രൂപത്തിലാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാലങ്ങളും സമസ്തക്ക് എതിർപ്പുകളും വിഷമങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, മുജാഹിദ് വഹാബീസം അതിനെ എതിർത്തുകൊണ്ടാണ് സമസ്ത വരുന്നത് എന്ന് പറഞ്ഞില്ലേ. അന്ന് തൊട്ട് എല്ലാ കാലങ്ങളിലും സമസ്തക്ക് ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഉള്ളിൽ നിന്നാകും, ചിലപ്പോൾ പുറത്തു നിന്നാകും. നിങ്ങൾക്കറിയാമല്ലോ, ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമി വന്നു, അതിൻ്റെ പുറമെ ഖാദിയാനിസം വന്നു. ഇതൊക്കെ നേരിടാൻ, ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ശരിമാർഗം കാണിച്ചു കൊടുക്കാൻ ഒരുപാട് അധ്വാനം സമസ്ത വാദപ്രതിവാദങ്ങളായിട്ടും ഖണ്ഡന പ്രസംഗങ്ങളായിട്ടും വാളുകളായിട്ടും സമ്മേളനങ്ങളായിട്ടും നല്ലോണം അധ്വാനിച്ചു കൊണ്ട് അവർ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ തന്നെ സമസ്തയുടെ ഉള്ളിൽ നിന്നും വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സംഘടനയാണ്. എന്തിനു വേണ്ടിയാണ് ആ സംഘടന വന്നത്? തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച്
സമസ്ത ചർച്ച ചെയ്തു. മഹാന്മാരുടെ ആവശ്യപ്രകാരം സമസ്ത ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ പഠിച്ചിട്ടേ നമുക്കതിനെ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതാണ് സമസ്തൻ്റെ എല്ലാ കാലത്തെയും നിലപാട്. ഒരു വിഷയം വരുമ്പോൾ തന്നെ അപ്പം തന്നെ അതിൻ്റെ മസലും കാര്യങ്ങളും പറഞ്ഞ് അതിൻ്റെ തീരുമാനം പറയുന്ന സ്വഭാവം സമസ്തക്കില്ല. വിഷയം എന്താണെന്ന് കണിശമായി 100% മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാറുള്ളൂ. അതനുസരിച്ച് കൊണ്ട് തന്നെ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് പഠനം നടത്താൻ. കാരണം അവരുടെ വേഷം കണ്ടാൽ വല്ലാത്തൊരു വേഷമാണ്. ഒരു തക്കുവൻ്റെയും ഒക്കെ ഒരു വേഷമാണല്ലോ അവരുടേതുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിലെന്താണെന്ന് അറിയണമല്ലോ. എന്നാലല്ലേ അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ കഴിയുള്ളൂ. അതിനൊരു സമിതിയെ രൂപീകരിച്ചു. മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, മഹാനായ കോട്ടുമല ഉസ്താദ് നവറല്ലാഹു മർക്കദ, മഹാനായ ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ വലിയ മഹാന്മാരായ ആളുകളെയാണ്. അതോടുകൂടെ തന്നെ ബഹുഭാഷ അതും കൂടിയും ആവശ്യമുണ്ട്. ഉറുദു നന്നായി അറിയണം. അങ്ങനത്തെ ആ മഹാപണ്ഡിതന്മാരെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചത്. അവർ വടക്കേന്ത്യയിൽ നിന്നൊക്കെ കിതാബുകളും അവരുടെ പുസ്തകങ്ങളും ഒക്കെ വരുത്തി അതിനൊപ്പം പഠിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ ഉള്ളതെന്താണ്? അവർ ഈ വഹാബി പ്രസ്ഥാനം പോലെ തന്നെ ബിദഈ കക്ഷിയാണ് എന്നാണ് അവർ കൊടുത്തത്. നല്ല കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞമ്മക്ക് തന്നെ അനുഭവമാണ്. ഞമ്മക്ക് തന്നെ നമ്മളൊപ്പം നിന്നാണ്ട് മൗലൂദ് ഓതുന്ന, അതുപോലെ തന്നെ വീട്ടിൽ മൗലൂദ് സംഘടിപ്പിക്കുന്ന, അതുപോലെ തന്നെ മരിച്ചാൽ വീട്ടിൽ മൗലൂദ് ഓതുന്ന, ദിക്റ് ചൊല്ലുന്ന അങ്ങനെയുള്ള ആളുകൾ തബ്ലീഗ് ജമാഅത്തേക്ക് പോയപ്പോൾ വളരെ സങ്കടത്തോടു കൂടെ പറയട്ടെ, മൗലൂദ് പള്ളിയിൽ ഓതുമ്പോൾ അവർ അവിടേക്ക് നോക്കാതെ തിരിഞ്ഞാൽ പോകുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമ്മളെ അനുഭവമാണ്. നമ്മളൊപ്പം മൗലൂദ് ഓതിയിരുന്ന ആളുകൾ തബ്ലീഗ് ജമാഅത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ പിന്നെ ഒരു മൗലൂദ് ഓതൂല. വഹാബികൾ ഏതാണോ സ്വീകരിച്ചത് അവരുടെ വേഷം വേറെ വേഷം, വഹാബി വേഷമല്ല, അവർക്ക് അവരുടേതായ വേഷമാണ്. ആ വേഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ഉള്ള് വളരെ മോശമാണ്. വഹാബി പ്രസ്ഥാനത്തെ നമ്മൾ എന്തിൻ്റെ പേരിൽ എതിർക്കുന്നുവോ അതേ സംഗതി തന്നെയാണ് ഇത് കണ്ടെത്തി. ആ കണ്ടെത്തി അങ്ങനെ അവർ റിപ്പോർട്ട് സമസ്തക്ക് സമർപ്പിച്ചു. സമസ്ത അതിനെ സംബന്ധിച്ച് നന്നായി വീണ്ടും ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിന് ശേഷം അത് തീരുമാനിക്കുകയാണ്. ആ തീരുമാനിക്കുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള തീരുമാനം പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ നവറല്ലാഹു മർക്കദ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പ്രഖ്യാപിക്കല്ലേ, അത് ഞാൻ അവരേറ്റൊന്ന് ബന്ധപ്പെട്ടെ, അതിൻ്റെ നേതാക്കളേറ്റ് ഞാനൊന്ന് ബന്ധപ്പെട്ടെ, എന്നിട്ട് നിങ്ങൾ ഒന്ന് ഇരുന്നാണ്ട് ഒന്നും കൂടിയും ചിന്തിക്കുകയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ പിടിവാശിയുള്ളവരല്ല, സമസ്തയുടെ നേതാക്കൾ ഒരിക്കലും പിടിവാശില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ സംഘടിപ്പിക്കുന്ന ബാഫക്കിത്തങ്ങളോട് പറഞ്ഞു. ബാഫക്കിത്തങ്ങൾ അവരെ വിളിച്ചു. ആന്നൊക്കെ ആദ്യം പറഞ്ഞു. ആ പറയുന്ന ദിവസം വന്നപ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഒഴിവായി. അപ്പം പിന്നെ ബാഫക്കിത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ പറഞ്ഞ വഴിയെന്ന്. അങ്ങനെയാണ് ആ അഖില കേരള അങ്ങനെയാണ് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതാണ് സമസ്തയുടെ സാധാരണഗതിയിൽ നമുക്ക് കണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ അങ്ങനെ ഈ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ഈ തീരുമാനമെടുത്തപ്പോൾ ചില പണ്ഡിതന്മാർക്ക്, ചില ഉസ്താദുമാർക്കത് വല്ലാതെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ നേതാക്കളിൽ ദയൂബന്ദി പണ്ഡിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ ദയൂബന്ദിൽ പോയി പഠിച്ച ആളുകൾക്ക്, അവിടുന്ന് ബിരുദമെടുത്ത് പുറത്തു വന്ന ചില ആളുകൾക്ക്, അതിലിപ്പോൾ നമ്മളെ ഉസ്താദന്മാരും ഉണ്ടല്ലോ, ഓലും കൂടി ബിദഅത്തിൻ്റെ ആളുകളാണല്ലോ എന്ന് പറയുന്ന അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിൻ്റെ പേരിൽ തീരുമാനമെടുത്തപ്പോൾ അവരെന്നാടെ കൂടി ചേർന്നുകൊണ്ട് അവർ സമസ്തക്ക് സമാന്തരമായിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. ആരായിരുന്നു അതെന്ന് അറിയുന്നത്? സമസ്തനെ ഒരു അരിക്കാക്കാൻ പറ്റുന്ന അത്രയും വലിയ മഹാന്മാരാണ്. കാരണം ആ പറയുന്ന ഉസ്താദുമാരുടെ അധിക ഉസ്താദുമാരുടെയും ഉസ്താദായിരിക്കുന്ന ഷെയ്ഖ് ഹസൻ നസ്രത്ത് അടക്കമുള്ള, നമുക്കൊക്കെ അറിയുന്ന കുട്ടിയൊലിയരൊക്കെ അടക്കമുള്ള അങ്ങനെയുള്ള
കേരളത്തിലുള്ള ഭയങ്കരം തലയെടുപ്പുള്ളതായിരിക്കുന്ന മഹാപണ്ഡിതന്മാരായിരുന്നു ആ സംഘടനയിലെ അംഗങ്ങളിൽ എന്ന് പറയുമ്പോൾ സമസ്തനെ ഒരു അരിക്കാക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടായി? ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്തുണ്ടായി? എന്നാൽ എൻ്റെ പിന്നെ പേര് പോലും ആരും പറയില്ല, ഇങ്ങനെ യോഗത്തിൽ പറയാമെന്നല്ലാതെ. അതാണ് സമസ്ത. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ട്. പിന്നീടാണ് സംസ്ഥാനം വരുന്നത്. സംസ്ഥാനം സ്ഥാപിക്കുന്നതാരാ? സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ അവർകളാണ്. നവ്വറല്ലാഹു മർക്കദ. സമസ്തക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച മഹാനാണ് അദ്ദേഹം. പക്ഷേ സമസ്തക്ക് മൂപ്പർക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മൂപ്പർ സ്ഥാപിച്ച സംസ്ഥാനം എന്നുള്ളത് എത്രമാത്രം വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ആ കാലഘട്ടത്തിൽ ഈ അഖില രൂപീകരിച്ചപ്പോൾ ഉണ്ടായത്. അതുപോലെ തന്നെ പല സംഘടനകളും അതിനൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നൂരിഷാ തരീക്കത്ത്, വാസ്തവത്തിൽ ആ തരീക്കത്തിലുള്ള പല ആളുകളും നമ്മൾക്കറിയാം സമസ്തയിലുള്ള പ്രമുഖരായ വ്യക്തികളായിരുന്നു. സമസ്തയിലെ മുഷാവറയിലുള്ള അംഗങ്ങൾ അടക്കമുണ്ടായിരുന്നു അതിൽ നിന്നർത്ഥം. അങ്ങനെയുള്ള ആ നൂരിഷാ തരീക്കത്ത് അത് പിഴച്ച തരീക്കത്താണ് എന്ന് കണ്ടതിൻ്റെ പേരിൽ സമസ്ത അതിന് തീരുമാനമെടുത്തപ്പോൾ എന്തുമാത്രം പ്രയാസങ്ങളാണ് മഹല്ലുകളിലുണ്ടായത്. ഒരുപാട് പ്രയാസങ്ങൾ അതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ AP ഉസ്താദ്, അദ്ദേഹം സമസ്തക്കെതിരെ സംഘടന രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ച പല ആളുകളും ഈ കൂട്ടത്തിലുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സമസ്തക്ക് ഇങ്ങനത്തെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലുവ തരീക്കത്ത്, ആ ആലുവ തരീക്കത്തിന് എതിരെ ഇതൊന്നും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളല്ല. ആലുവ തരീക്കത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വലിയ ഉസ്താദുമാരടക്കമുള്ളതായിരിക്കുന്ന ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് അതിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ച് മാസങ്ങളായി പഠിച്ചതിൻ്റെ ശേഷമാണ് തീരുമാനം എടുക്കുന്നത്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. പഠിക്കാതെ സമസ്ത തീരുമാനം എടുത്തില്ല. തീരുമാനം എടുത്തതൊന്നും മാറ്റിപ്പറയേണ്ടി വന്നിട്ടുമില്ല. അതാണ് സമസ്ത. ഇന്ന് വരെ മാറ്റിപ്പറയേണ്ടി വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് എടുത്ത തീരുമാനങ്ങൾക്കൊന്നും ഇനി ഒരിക്കലും മാറ്റിപ്പറയേണ്ടി വരികയുമില്ല. അതാണ് സമസ്ത. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ സമസ്തയുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒന്നാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ആ ചർച്ച ചെയ്ത വിഷയം. സമസ്തയിൽ ആ പ്രശ്നം വരുന്നത് എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സമസ്തയിൽ ആ പ്രശ്നം വരുന്നത് ഒന്ന്, പിന്നെ അവരെടുത്ത ഒരു തീരുമാനം കുട്ടികളുടെ വിവാഹം സംബന്ധിച്ച്, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ വിവാഹം സംബന്ധിച്ച് സമസ്തക്ക് അത് സംബന്ധിച്ച് എഴുത്തുകൾ വരികയുണ്ടായി. അതുപോലെ തന്നെ കമാൽ പാഷയുടെ നിയമനവുമായിട്ട് അതും ഇത് രണ്ടും കൂടി കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ആദ്യം വന്നു. ആ അവസരത്തിൽ തന്നെയാണ് മറ്റൊരു കാര്യം ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വാഫികൾ, അവരിൽ പലരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സമസ്തയെയും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള ആലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെയും പരിഹസിച്ചുകൊണ്ട് വളരെ മോശമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എഴുതുന്നത് കാണുകയാണ്. അതുപോലെ തന്നെ ഹുദുവികളിൽ നിന്നുള്ള ചില ഹുദുവികൾ, ഈ വാപ്പികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, വളരെ സമസ്തക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആ സമസ്തൻ്റെ ഒപ്പം നിൽക്കുന്ന വാപ്പികളും ഹുദുവികളും നമുക്കറിയും. എന്നാൽ ചില ആളുകൾ ചെയ്താൽ തന്നെ എന്തേക്കാരം ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ പേരാണ്. അത് നമ്മൾ പറഞ്ഞൊരു കാര്യമില്ല. ചില ഹുദുവികളും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ
ജമാഅത്ത് മുജാഹിദ് ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതിൽ വരുന്നുണ്ട്. അതായത് പിന്നെ അത്തരം പുത്തനാശയക്കാരോടൊപ്പം നിൽക്കുന്നതും പുത്തനാശയക്കാരോടൊപ്പം വേദി പങ്കിടുന്നതും പുത്തനാശയക്കാരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പങ്കുചേരുന്നതും ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിലിങ്ങനെ വന്നു. അപ്പോൾ ഇതൊക്കെ പാടെ കണ്ടപ്പോൾ പിന്നെ സ്വാഭാവികമായി നമ്മുടെ പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, സമസ്തയുടെ പ്രവർത്തകന്മാർ അവർക്ക് നല്ല വിഷമമുണ്ടായി. കാരണം സമസ്ത ഈ സമുദായവും ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ഇത്രയും അധ്വാനിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നൽകിയിട്ട് അവർ ചെയ്തു തീർക്കുന്നത് സുന്നത്ത് ജമാഅത്തിനെതിരാണല്ലോ, സമസ്തക്കെതിരാണല്ലോ, സമസ്തയുടെ നേതാക്കൾ വിഷമിപ്പിക്കുന്നതാണല്ലോ എന്നത് കണ്ടുകൊണ്ട് അവർക്കൊക്കെ വിഷമുണ്ടായി. അതിൽ സ്വാഭാവികമായി സജീവമായി നമ്മൾ നിലകൊള്ളുന്ന സുന്നി യുവജന സംഘം അതിനെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ SKSF അത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. എന്നിട്ടൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഏതായിരുന്നാലും അവർ തീരുമാനിച്ചു, നമ്മൾ പിന്നെ സുന്നി യുവജന സംഘവും SKSSFും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റികൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ള അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ചർച്ച ചെയ്തു. അവസാനം അവരുടെ തീരുമാനം സമസ്തക്ക് ഇത് സംബന്ധിച്ച് കത്ത് കൊടുക്കുക എന്ന് തീരുമാനിക്കുകയും അവരീ പറഞ്ഞ ഈ ആശയ വ്യതിയാനങ്ങളും മറ്റൊക്കെ ഉണ്ടല്ലോ അത് സംബന്ധിച്ച് ഇത്ര കട്ടിയിലുള്ള തെളിവുകളുമായിട്ട് സമസ്തക്ക് കത്ത് കൊടുത്തു. അതാണ് നടക്കുന്നത്. ആ കത്ത് കൊടുത്തതിന് ശേഷം സമസ്ത അത് സംബന്ധിച്ച് ചർച്ചക്കെടുത്തു. ആ കത്ത് ചർച്ച അത് 25/8/2021 ഏത് ഈ SYSും SKSSFും കൊടുത്ത ഈ കത്ത് സമസ്തയിൽ വന്ന് സമസ്ത ചർച്ച ചെയ്യുന്നത് 25/8/21 ചേർന്നതായ മുശാവറ യോഗത്തിലാണ്. അങ്ങനെ നീണ്ട ചർച്ചകൾ അവിടെ നടന്നു. ആ ചർച്ചകൾക്ക് ശേഷം ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു, 7 അംഗ സബ് കമ്മിറ്റി. എന്തിന്? ഈ രണ്ടും തന്നെ ഹുദവികളുടേതും അതുപോലെ തന്നെ വാഫികളുടേതും ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി 7 അംഗ സമിതിയെ നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട കൊയ്യോട് ഉമർ മുസ്ലിയാർ, അതുപോലെ തന്നെ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി തുടങ്ങിയുള്ള, ഞാനെല്ലാം പാടെ വായിച്ച് സമയം കളയുന്നില്ല, ഇങ്ങനെ ഒരു പിന്നെ സബ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സബ് കമ്മിറ്റി ഇതിൽ ഓരോ വിഭാഗത്തെയും വേറിട്ട് വിളിച്ചു വരുത്തി. അത് ഹുദവികളെ വേറിട്ട് വിളിച്ച്, അതുപോലെ തന്നെ വാഫികളെ വേറിട്ട് വിളിച്ച്, അതുപോലെ തന്നെ പിന്നെ അവരുടെ ഈ സ്ഥാപന മേധാവികളെയും വിളിച്ചു വരുത്തി വിഷയങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടാകും. ഒരുപാട് 5 or 6 വട്ടം ഇതിനു വേണ്ടിയിട്ട് സിറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ വിശദമായിട്ടിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ സിറ്റിങ്ങിന് ശേഷം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സബ് കമ്മിറ്റി സമസ്തയിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മുഷാവറ ചർച്ച ചെയ്തു. പല വിധത്തിൽ ചർച്ചകൾ നടന്നു, കുറേ ചർച്ചകളുണ്ട്. മുഷാവറ 1, 2, 3, 4 വട്ടമല്ല ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് 25/8/2021 ഇപ്പം ഇന്ന് 24 ഇപ്പം എത്ര കൊല്ലമായിരിക്കും നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. അത് മുതൽക്ക് പലപ്പോഴും തന്നെ മുഷാവറ ചേരുമ്പോഴൊക്കെ ഇത് പ്രശ്നങ്ങളാണ്. അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്രമാത്രം അർജൻറ്റായി ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു റംസാൻ മാസത്തിൽ പോലും ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മുഷാവറ ചേർന്നിട്ടുണ്ടെന്നർത്ഥം. സാധാരണ മുഷാവറ റംസാനിലുണ്ടാവില്ല, വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം റംസാനിലുണ്ടാവില്ല. ഇതൊരു അർജൻറ്റ് വിഷയം എന്നുള്ളവർക്ക് റംസാനിൽ പോലും ഇതാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനി പിന്നീട് അത് സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങളെടുത്തു. ആ തീരുമാനങ്ങളെടുത്തപ്പോൾ അതിൽ പുറത്തു നിന്നും തന്നെ ലീഗിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ
പിന്നെ സമസ്തയുടെ നേതാക്കളും ഒരുപാട് ചർച്ചകൾ അതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊക്കെ പരിഹരിച്ച് നന്നായി ഒന്നിച്ചു പോകുക എന്നുള്ളതാണ് സമസ്തൻ്റെ അടുത്തുള്ളത്. പക്ഷേ ആ ഒന്നിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ബാത്തിലായ കാര്യത്തിൽ ഒന്നിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് ഒരുപാട് ചർച്ചകൾ അതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു തീരുമാനം, ഇനി ഞാൻ അതിലേക്ക് കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു തീരുമാനം എന്താണ്, അതിൽ പിന്നെ സമസ്ത എടുത്ത ഒരു തീരുമാനം 1/4/23 എടുത്ത തീരുമാനം, 1/4/23 മുഷാവറ എടുത്ത ഒരു തീരുമാനം. നമ്മൾ ഇത് സംബന്ധിച്ച് വാഫി സംബന്ധിച്ച് എവിടെ നിൽക്കണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. വിശദമായിട്ട് പറയാൻ കഴിയില്ല, മണിക്കൂറുകൾ ഒരുപാട് വേണ്ടി വരും, അതിലേക്ക് പോകുന്നില്ല. അന്നെടുത്ത തീരുമാനം ഞാനതൊന്ന് വായിക്കുകയാണ്. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി സെക്രട്ടറിയായി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് ബന്ധമില്ലാന്ന തീരുമാനം. ബന്ധമില്ലാന്ന് അബ്ദുൽ ഹക്കീം ഫൈസി സെക്രട്ടറിയായി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായിട്ട് സമസ്തക്ക് ബന്ധമില്ലാന്ന് തീരുമാനിച്ചു. അത് പ്രഖ്യാപിച്ചു. ഇന്നുവരെ ആ പ്രഖ്യാപനത്തിന് ഒരു മാറ്റം വന്നില്ല. അതാണ് ആ വിഷയത്തിലുള്ളത്. ഇന്ന് സമസ്തയുടെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, സമസ്ത പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു പ്രചരണം. സമസ്ത പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, സമസ്ത പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. അത് സമസ്ത പല പ്രാവശ്യം പറഞ്ഞ്, പിന്നെ അതിൻ്റെ പുറമെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ പിന്നെ സാദിഖ് അലി തങ്ങൾ, അവർ സമസ്തൻ്റെ നേതാവാണ്. സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ തന്നെ മുആയിൻ ഹാജി തുടങ്ങിയവരും, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോൽ തങ്ങൾ, സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ ഖജാൻജി കൊയ്യോട് ഉമർ മുസ്ലിയാർ തുടങ്ങിയവരും പല പ്രാവശ്യം ഇതൊരു വഴിക്കെത്തിക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പല ചർച്ചകളിലും അത് പിന്നെ നേരത്തെ പറഞ്ഞ പിന്നെ ഉപസമിതി ഉണ്ടല്ലോ, ഇത് സംബന്ധിച്ച് പഠിക്കാൻ നിശ്ചയിച്ച അവരെയും പലപ്പോഴും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവസാനം ഒരു തീരുമാനം അവരെടുത്തത് പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കാം. അവരൊക്കെ ഒപ്പിട്ട തീരുമാനം, വിപരീതങ്ങളും ആലുകുട്ടികളും ഇങ്ങനെ സമസ്തൻ്റെയും ലീഗിൻ്റെയും ഈ നേതാക്കൾ ഒപ്പിട്ട ഒരു തീരുമാനം. അത് ഒന്ന്, വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് തീരുമാനം. അങ്ങനെ 9 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ അവരറിയിച്ചിട്ടുണ്ട്. അവർ പിന്നെ അതിൻ്റെ പിന്നെ CICൻ്റെ ജനറൽ ബോഡി ചേർന്ന് അതിന് മറുപടി തരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ഉണ്ടായേണ്ടതെന്ന് വെച്ചാൽ, പിന്നീട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മറുപടി. എങ്ങനെ? ആ തന്ന കോലം തന്നെ വളരെ മോശമാണ്. അതായത് പിന്നെ ലെറ്റർ പേരിൽ ആർക്കുന്നില്ല, ആദ്യം വന്ന കത്ത് ഞാൻ പറയാതിരിക്കാൻ വയ്യ, ആർക്കുന്നില്ല ഈ വിഷയങ്ങൾ പോലെ അതിന് മറുപടി അറിഞ്ഞാണ്ട് എഴുതിയ അത് എന്നിട്ട് അതിൻ്റെ ചോട്ടിൽ കുറച്ച് ആളുകളെ പേരെഴുതി ഒപ്പിട്ടിരുന്നു. ഇവരും CICയും തമ്മിൽ എന്താണ് ബന്ധം അതൊന്നും ഇല്ല. ഒരു സമസ്തക്ക് കൊടുക്കേണ്ട, സമസ്ത കൊടുത്ത കത്തിന് കൊടുക്കേണ്ട മറുപടിയാണ്. സമസ്തനെ പരിഹസിക്കലല്ലേ? കാരണം ഈ മറുപടി എഴുതുന്ന ആളുകൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവരാണ്, അവരാണ് ഈ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവർക്ക് കത്ത് എഴുതാൻ അറിയില്ലെന്ന്. അപ്പോൾ സമസ്ത മുഷാവറ അത് ചർച്ചക്കാൻ എടുത്തില്ല. കാരണം ആർക്കുള്ളത് എന്ന് എഴുതിയേണ്ടപ്പോൾ ചർച്ച ചെയ്യുന്നു. പിന്നെ അവർ പിന്നെ സമസ്ത മുഷാവർക്ക് എന്ന് പറഞ്ഞാണ്ട് പിന്നെ അതേ എഴുത്ത് തന്നെ പിന്നെ ഇട്ടാണ്ട് അത് തന്നു.
അതെ. എന്നാൽ ഈ എഴുതിയ ആളുകളാരാ? CIC ആണോ? ഇവരായിട്ട് വല്ല ബന്ധമാണോ? അതൊന്നും അറിയില്ല. അതിൽ ഇതിന് മറുപടി പറഞ്ഞ അപ്പം പിന്നെ ആ മറുപടീൻ്റെ കോലം വളരെ ഇതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം അതിപ്പോൾ പിന്നെ മുഷാവറയുടെ ചർച്ചയ്ക്ക് വരേണ്ട സംഗതികളാണ്. അതുകൊണ്ട് അതങ്ങനെ ചർച്ച ചെയ്യുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സമസ്ത പറഞ്ഞ മുഴുവൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞിരിക്കണമെന്നല്ലേ. അത് അതിൽ ഒന്നാമത്തെ ആണല്ലോ നമ്മൾ പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിരിക്കണമെന്നാണല്ലോ. അപ്പം അതിന് ഇവർ തന്ന മറുപടിയിൽ അത് മാത്രമേ ഞാൻ പറയണു, മറ്റു മറുപടികളൊന്നും പറയുന്നില്ല. ആ മറുപടിയിൽ ഒന്നാമത്തെ ആവശ്യത്തിലുള്ള മറുപടിയിൽ അവർ വാഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിനനുസരിച്ചാണ്. മനസ്സിലായോ? സമസ്തക്ക് അനുസരിച്ച് എന്നല്ല, സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്. സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്ത് തന്നെയാണ് APക്കാർ. സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്ത് തന്നെയാണ് സംസ്ഥാനക്കാർ. ആ സുന്നത്ത് ജമാഅത്ത് അവരെന്നോ തന്നെ സമസ്തയെ അംഗീകരിക്കുക എന്നല്ല, സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുക എന്നുള്ള അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് അവരുടെ നിലപാടുള്ളത്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇതാണിപ്പോൾ പിന്നെ CICൻ്റെ വാഫി വഫിയ നടത്തുന്ന CICൻ്റെ നിലപാട് അതാണ്. അത്രേ നമുക്ക് അതിൽ പറയാനുള്ളൂ. നേരെ മറിച്ച് അവർ സമസ്തനെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും, സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വാഫി വഫിയ നടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനോട് കൂടെ പ്രശ്നം തീർന്നു. പക്ഷേ അത് പറയാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി തയ്യാറാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇതുവരെ തയ്യാറായിട്ടില്ല. അതാ പ്രശ്നം. അതാണ് അവിടെ തന്നെ ആ പ്രശ്നം. കാരണം അതിൽ പലജാതി സംഗതികളുണ്ട്. ഒരു പിന്നെ അതിന് ആശയപരമായിട്ടൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് യോജിക്കാൻ കഴിയാത്ത ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ മാറ്റണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ വാഫി വഫിയ പറ്റൂല എന്നല്ല, അതിൽ ആശയങ്ങൾ മാറ്റി ശുദ്ധീകരിക്കണം എന്നാണ് പറഞ്ഞത്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമസ്തക്ക് അതിന് ബന്ധമാണെന്നാണ് പറഞ്ഞത്. വേറൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതാണ്. പക്ഷേ അതിനവർ തയ്യാറില്ല. പിന്നെ അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ കീഴിൽ വാഫി വഫിയ ആ സംവിധാനമുള്ള പല കോളേജുകളും ഞങ്ങളതിന് ഒഴിവാകുകയാണ് എന്ന് പറഞ്ഞ് യോഗത്തിലൊക്കെ പറഞ്ഞ് പിന്നെ സമസ്തയോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് അതിന് ബദൽ സംവിധാനങ്ങൾ ഒരുക്കി തരണമെന്ന്. ആ ബദൽ സംവിധാനം ഒരുക്കി തരണം എന്ന് പറയുമ്പോൾ നമ്മൾ ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ പദ്ധതി ഇട്ടിരുന്നല്ലോ, അത് പെട്ടെന്നാക്കിയെന്ന് മാത്രം. നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് അതൊക്കെ പുറത്തിറക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. അത് പെട്ടെന്നാക്കിക്കൊണ്ട് ആ സംവിധാനമാണ് ഇൻഷാ അല്ലാ, അതിൻ്റെ ഭാഗമാണ് ഇൻഷാ അല്ലാ നാളെല്ലാം 3-ാം തീയതി ഇൻഷാ അല്ലാ ഇവിടെ ഈ കൊല്ലത്തിയതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നെ ഈ അവസരത്തിൽ ഉണർത്തുന്നുള്ളൂ. ഞാൻ ഇനി ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം, നമ്മൾ ഇതൊക്കെ ഈ സംവിധാനങ്ങൾ ഈ കേരളത്തിലും കേരളത്തോട് ബന്ധപ്പെട്ടവരിലുമുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് സമസ്തയാണ് ഈ കാണുന്ന ഈ ദീനീ ചൈതന്യം ഈ കേരളത്തിൽ ഇങ്ങനെ നിലനിൽക്കാനുള്ളതായിരിക്കുന്ന കാരണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം ലോകത്തുള്ള മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തുള്ള മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. 4/1 മദ്ഹബ് സ്വീകരിക്കുന്നവരാ, 2/1 തരീഖത്ത് സ്വീകരിക്കുന്നവരാ ലോകത്തുള്ള മുസ്ലിങ്ങൾ. അതിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്, സൗദി അറേബ്യ, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വെച്ചാൽ ബാക്കിയൊക്കെ പിന്നെ അഹ്ലുസുന്നത്തുൽ ജമാഅത്താണ്. ആ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് നിൽക്കണം എന്നാണ്. അതാണ് യഥാർത്ഥ ദീനെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ഈ വിഷയങ്ങൾ ഇനിയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്തേ പിന്നെ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് നമ്മളൊക്കെ സാധാരണ പിരിവ് നടത്തിയാണ്ടാണ് ഇതൊക്കെ നടന്നുണ്ടാകുന്നത്. നമുക്കങ്ങനെ ശീലമായിട്ടില്ലേ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ആവശ്യം അത്. അപ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സഹായിക്കണം
ഈ പരിപാടി കഴിയുമ്പോൾ ഇതിൻ്റെ സംഘാടകർക്ക് ഒരു പൈസയും കടമുണ്ടാകരുത്. ആ നിലക്ക് നിങ്ങൾ പരമാവധി സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സഹായം അള്ളാഹു ഒരു പുണ്യാമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെ സദുദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങൾ ഒരു കടന്നും കൂടാതെ റാഹത്തിൽ അവസാനിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വെച്ചാൽ ഇനി ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു, ഈ സംവിധാനങ്ങളൊക്കെ സമസ്ത ഒരുക്കി തന്നതാണ്. ആ സമസ്ത ഒരുക്കി തന്ന ഈ നിലയിലെത്താൻ കഴിഞ്ഞ കാല മഹാരഥന്മാരായ ആ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതാക്കൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ഏത് കാലത്തും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളുള്ള കാലങ്ങളിലൊക്കെ സത്യവിശ്വാസികളായിരിക്കുന്ന മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകൾ അതിൻ്റെ ഒപ്പം നിന്നതുകൊണ്ടാണ് സമസ്തയുടെ തീരുമാനങ്ങൾക്കും അതിൻ്റെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് സമസ്തയുടെ ആ നേതാക്കളോടൊപ്പം നിന്നതുകൊണ്ടാണ് സമസ്ത ഈ മഹത്തായ ഈ ആശയം ഇവിടേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത്. ഈ ആശയമെന്ന് പറയുമ്പോൾ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ഞങ്ങൾ പറഞ്ഞല്ലോ 1926 1926 സമസ്ത രൂപീകരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബറല്ലാഹു മർക്കദ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണ്? പടച്ച തമ്പുരാനെ, ഈ പതാക മഹദി ഇമാമ് വരുമ്പോൾ മഹദി ഇമാമിൻ്റെ കയ്യിലേൽപ്പിക്കാൻ പടച്ചവനെ തൗഫീഖ് ചെയ്യണേന്. ഏത് പതാക? മൂപ്പര കയ്യിലപ്പോൾ പതാക ഉണ്ടോ? മൂപ്പര കയ്യിൽ പതാക ഉണ്ടോ? സമസ്തക്കെന്ന് പതാക ഉണ്ടോ? ഇത് രൂപീകരിക്കുമ്പോൾ പതാക ഉണ്ടോ? പിന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ പതാകൻ്റെ പ്രശ്നം വരുന്നത്. അപ്പം ഈ പതാക എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ പതാക എന്ന് പറഞ്ഞാൽ ആരുടെ പതാകയാണ് എങ്കിൽ അവരുടെ ആശയത്തിൻ്റെ അടയാളമാണത്. ഇപ്പം ലീഗിൻ്റെ പതാക, ആ പച്ചക്കൊടി, അത് ലീഗിൻ്റെ ആശയത്തെയാണ് അത് കുറിക്കുന്നത്. അതിൻ്റെ ആദർശത്തെയും പദ്ധതികളെയുമാണ് അത് കുറിക്കുന്നത്. അതുപോലെ ഏത് പാർട്ടിൻ്റെ പതാകയാണെന്ന് വെച്ചാൽ ആ പിന്നെ പാർട്ടി എന്താണോ ഉൾക്കൊള്ളുന്നത് ആ ആശയമാണ്. അപ്പോൾ ആശയത്തിൻ്റെ പ്രതിനിധീകരിക്കുന്നതാണ് അത്. അപ്പം മഹാനവറുകൾ പറഞ്ഞതെന്താ? ഈ പതാക എന്ന് പറഞ്ഞാൽ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ള മഹത്തായ ആശയം, ഈ ആശയം, ആ ശരിയായ ദീൻ, ആ ദീനിനെ മഹദി ഇമാമ് വരുമ്പോൾ അദ്ദേഹം വരുന്നത് വരെ ഈ ദീനിന് കേടുകൂടാതെ അതിൻ്റെ സംരക്ഷണമാണ് അതിൻ്റെ വാഹകർ നടത്തേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ബഹുമാനപ്പെട്ടവർ ദ്വാരണത്തിൻ്റെ ആ ഭാഗമാകാൻ ഈ പതാക അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ കൈകളിൽ നമുക്കും ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് സമസ്ത അതിന് പ്രശ്നങ്ങൾ വരുമ്പോൾ സമസ്ത അതെടുക്കുന്ന തീരുമാനങ്ങൾ അതിൻ്റെ ഒപ്പം നിൽക്കണം എന്ന് മഹാന്മാർ, കഴിഞ്ഞ കാല മഹാന്മാരൊക്കെ നമുക്ക്, ചെറുശ്ശേരി ഉസ്താദ് ഒക്കെ ഈ മീഡിയകളിലൊക്കെ നമ്മളത് കാണുന്നതാണ്. അദ്ദേഹമൊക്കെ അന്ന് പ്രസംഗിച്ച് കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് അതൊക്കെ നമുക്കറിയാം. അത് തന്നെ നമുക്കിപ്പോഴും പറയാനുള്ളൂ. ഈ സമസ്തയുടെ ഇപ്പം ഈ വിഷയമാണെങ്കിലും ശരി, വേറെ വിഷയങ്ങളാണെന്ന് വെച്ചാലും ശരി, സമസ്ത എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ നിൽക്കുക. സമസ്ത എടുക്കുന്ന തീരുമാനങ്ങൾ, പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലോണം ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട എത്രയോ ചർച്ച ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2021 തുടങ്ങിയ ചർച്ചയാണല്ലോ വാഫി ഒപ്പിയ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടുള്ള സമസ്ത. നല്ലോണം ആലോചിച്ചേ എടുക്കുള്ളൂ. എടുത്ത തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അത് മാറ്റേണ്ടി വരികയില്ല. അപ്പം അങ്ങനത്തെ തീരുമാനമാണ് സമസ്ത പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ബാധ്യത. സമസ്തക്ക് വല്ല പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഒരു അഴകവഴമ്പം ഒരു നയമുണ്ടല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ല, നമ്മളെ പണിയേറ്റ് ഇങ്ങനെ നടക്കുക. അതേ അവസരം അതിന് പ്രശ്നമില്ലാത്ത അവസരത്തിലൊക്കെ ഒരു സജീവീകരണം, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതും നടക്കുക. അത് ശരിയല്ല. നമ്മളെ ആദർശം സമസ്തയാണ്.
നമ്മുടെ ഈമാനാണത്, ഈമാൻ്റെ ഭാഗമാണത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണ്ടേ? ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ ഉറക്കെ പറയാനുള്ള ശക്തിയും സഞ്ചേടവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ നമുക്ക് വിഷമം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അതാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് കെ.ടി. മാനൂസിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു എളിയ ശിക്ഷനാണ്. കെ.ടി. മാനൂസിലാർ ഈ തബ്ലീഗ് ജമാഅത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്നു ഞാൻ പറഞ്ഞ ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ. മാനൂസിലിയർക്ക് ഒരു അഖിലൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന അദ്ദേഹത്തോട് കൂടുള്ള ആളുകളോട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് പറഞ്ഞു. അങ്ങനെ ഉപ്പുള്ള ആൾ ഒരു മെമ്പർഷിപ്പ് എടുത്ത് മുറിച്ചാണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ എനിക്ക് കൊടുത്തു. കയറ്റി ഉസ്താദിന് കൊടുത്തു. മഹാനവറുകൾ അത് വാങ്ങി, വേറൊന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ചാളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത് അവർ തമ്മിൽ കണ്ടപ്പോൾ ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ ചോദിച്ചു, മാനൂലിയരെ ഞങ്ങൾ മെമ്പർഷിപ്പൊക്കെ എടുത്തു, നിങ്ങളതിൻ്റെ പ്രവർത്തിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രവർത്തിക്കാറില്ല, അതാണ് നമ്മൾ മാതൃക. ഉസ്താദിനെ വേദനിപ്പിക്കും വിഷമിപ്പിക്കും വേണ്ട, ആ കുരുത്തക്കേട് വാങ്ങണ്ട, അത് വാങ്ങിച്ചു. പക്ഷേ മൂപ്പരതിന് പറഞ്ഞ മറുപടി എന്താണ്? ഉസ്താദിനോട് പറഞ്ഞ മറുപടി, ഞാൻ ഇതുവരെയും സമസ്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതുവരെയും പ്രവർത്തിച്ചത്. ഇനിയിപ്പം മുതൽക്ക് അഖില പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. ജനങ്ങളത് വിശ്വസിക്കൂല. എന്നാൽ പിന്നെ എൻ്റെ മട്ടം പോലെ ചെയ്തതാണ്. അതാണ് അതാണ് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അതാണ് അവരൊക്കെ. ഈ നൂര് ഷാ തരീക്കത്തിൻ്റെ ആ വിഷയത്തിൽ, അതുപോലെ തന്നെ വിഘടിതരുമായുള്ള വിഷയത്തിൽ മഹാനായ ഷംസുൽ ഉലമ, ബഹുമാനപ്പെട്ട നാട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ.ടി. മാനൂസിലാർ, അവർ രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ സമത്തോടെ നിലനിന്നത്. ഇതിൻ്റെ ബാധ്യത ഇനി നമുക്കൊക്കെ തന്നെയുള്ളത്. ഓലും ഇനി വന്നാണ്ട് ഇതൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പം നമ്മളുടെ കഴിവനുസരിച്ച് നമ്മളെല്ലാ ശക്തിയും സമത്തക്ക് നൽകുക. സമസ്ത നല്ല അവസരത്തിലൊപ്പമുണ്ടാകുക, ബുദ്ധിമുട്ട് വരുമ്പോൾ മാറി നിൽക്കുക എന്നുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കത് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട, ഞാനൊരു ബെയ്ത്ത് ഓർക്കുകയാണ്. നുഅ്മാൻ ബിൻ ബഷീർ അൻസാരി റളിയല്ലാഹു, അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെറിയൊരു കുട്ടിയാണ്, സഹാബിയാണ്, ഒരു അൻസാരി സഹാബി. അദ്ദേഹം പാടിയൊരു ബെയ്ത്തുണ്ട്. അതെന്താണ്? നമ്മൾ ആലിഫിയിൽ ഷാറം ബെയ്ത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഫലാത്തഴുദിൽ മൗല ശരീക ഫിൽ ഗിന വലാകിന്നമൽ മൗല ശരീകുക ഫിൽ ഉദ്മി. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഫലാത്തഴുദിൽ മൗല ശരീക ഫിൽ ഗിന. നിനക്ക് ഐശ്വര്യം സൗന്ദര്യം ഒക്കെ നല്ല റാഹത്തുള്ള സമയമുണ്ടല്ലോ, അപ്പം എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരൻ നിൻ്റെ സഹായിയാണെന്നോ നിൻ്റെ രക്ഷകനാണ് എന്നോ നീ വിചാരിക്കണ്ട. വലാകിന്നമൽ മൗല ശരീകുക ഫിൽ ഉദ്മി. വിഷമുള്ള, ദാരിദ്ര്യമുള്ള, പ്രയാസങ്ങളുണ്ടാവുന്ന അവസരത്തിൽ നിന്നോടൊപ്പം ആരാണോ നിൽക്കുന്നത് അവനാണ് നിൻ്റെ കൂട്ടുകാരൻ, അവനാണ് നിൻ്റെ രക്ഷകൻ എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഇതൊരു സഹാബിയുടെ കവിതയാണ്. അദ്ദേഹം ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള സഹാബിയാണ്. ഞാൻ പറഞ്ഞല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ 4 ഖലീഫമാരുടെ ശേഷവും തന്നെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ആ ഖലീഫമാരുടെ ശേഷം നടന്ന യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ആ യുദ്ധം അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും തന്നെ അങ്ങേപ്പുറം നിൽക്കുന്ന അദ്ദേഹം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒന്നും അറിയാതെ പോകുന്നവരെയും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഇത് പാടിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആദർശം സമസ്തയാണ്. ആ സമസ്തക്ക് എന്ത് വിഷമം വന്നാലും സമസ്ത എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ നിൽക്കുക, അതിനുവേണ്ടി സഹായിക്കുക. അത് ദീനിൻ്റെ സഹായമാണ്, നമ്മുടെ ഈമാനിൻ്റെ കവചമൊരുക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ് ഈ കാര്യം. നിങ്ങളെ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നല്ലതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഇവിടെ ഇനി പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മഹത്തായ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരോത്തരം അഭിവൃദ്ധി തെറ്റുമാറാവട്ടെ, അതിന് സമ്പുഷ്ടി അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രസ്ഥാനം സമസ്ത എല്ലാ പ്രതിലോമ ശക്തികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എതിരാളികൾ അള്ളാഹു പരാജയപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഇതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ആരൊക്കെ ഏതെല്ലാം വിധത്തിൽ സഹായിച്ചോ സഹകരിച്ചോ അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കും അവർക്കും നമ്മളും അവരുമായി ബന്ധപ്പെട്ടവർക്കും സ്വർഗലോകത്ത് സാലിഹ്യങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി വൈകാതെ അവസാനിക്കും. നമ്മളേവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ജില്ലാ SKSFൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ യൂനുസ് ഫൈസി നമ്മോട് പ്രഭാഷണം നിർവഹിക്കുകയാണ്. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള ഉസ്താദ് വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട മഹ്മൂദ് അലീമി MP ഉസ്താദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ആലിമീങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളും കഴിഞ്ഞ കാല ചരിത്രങ്ങളൊക്കെ വളരെ ഹ്രസ്വമായി നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ബോധിപ്പിച്ച് തരികയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ നിലനിൽപ്പും അതിൻ്റെ പ്രവർത്തനവുമൊക്കെ നമ്മുടെ മേഖലയിൽ തിളങ്ങി നിന്ന് നമ്മുടെ ശാഖയിലൊക്കെ സജീവമായി നടന്നു വരികയാണ്. ഈ പ്രവർത്തനത്തിലൊക്കെ ഇനിയും സജീവ സാന്നിധ്യം നിങ്ങളിൽ നിന്നുണ്ടാകണമെന്നാണ് വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ വലിയൊരു പ്രതിസന്ധിയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഉസ്താദ് പറഞ്ഞ ആ കാര്യങ്ങളൊന്നുമല്ല, വിശുദ്ധമാക്കപ്പെടുന്ന ഈമാനിൽ നിന്ന് നമ്മുടെ സമൂഹം മെല്ലെ മെല്ലെ അകന്നു പോകുന്ന ഒരു സാഹചര്യം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലുമൊക്കെ വിശുദ്ധ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ദീനിപരമാകുന്ന കാര്യങ്ങളോട് അത്ര വലിയ സ്നേഹവും ബഹുമാനമൊന്നും കാണിക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്തരമൊരു സന്ദർഭങ്ങളിലും സമയങ്ങളിലും പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ, SKSFൻ്റെയും SVSൻ്റെയും ഒക്കെ പ്രവർത്തകന്മാർ സജീവമായി രംഗത്തിറങ്ങിക്കൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വിശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിർത്തുന്നതിനാവശ്യമാകുന്ന കാര്യങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി സാന്നിധ്യമായി നിങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കറിയാം, നമ്മൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ദീന് പറയാനുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയായ മാർഗം നമ്മളൊക്കെ അള്ളാഹുവിനോട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നൊന്നും ദുആ ചെയ്യുന്ന ആളുകളാണ്. ആ സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു കൊടുക്കാൻ അർഹരായ, അതിൻ്റെ കൃത്യമായ താഴ്വഴിയിലൂടെ, അതിൻ്റെ പാരമ്പര്യത്തിലൂടെ മഹാന്മാരാകുന്ന ഉസ്താദുമാരുടെ ആ പൊരുത്തവും കുരുത്തവും ഒക്കെ കിട്ടിയ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മളാണ് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ പറഞ്ഞതുപോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച്, ഖിയാമത്ത് നാളോട് അടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നേരിടേണ്ടി വരും. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് ഞാനുണ്ടാകുമെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ഞാനും നിങ്ങളും പ്രവർത്തിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഈ കഴിഞ്ഞ ദിവസത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് 10 മണിക്ക്, ഇന്നലെ പകൽ 10 മണിക്കാണ് നമ്മളിത് അനൗൺസ് ചെയ്യുന്നത്, ഇങ്ങനെയൊരു പരിപാടി. ഇത് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം നേരത്തെ സ്വാഗതത്തിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമ അവർ പറയുന്ന തീരുമാനങ്ങളും അവർ പറയുന്ന നിയമങ്ങളുമൊക്കെ ദീനിൻ്റെ നിയമങ്ങളാണ്, ദീൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളാണ്. അതിനെ നടപ്പിലാക്കാൻ നമ്മളൊക്കെ ജാഗ്രതയോടുകൂടി ഉണ്ടാക്കണമെന്നുള്ള നമ്മുടെ ഒരു സന്ദേശം നമ്മുടെ പ്രവർത്തകന്മാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാലികമായ ആവശ്യം മാത്രമാണ്
ഈ ഒരു പരിപാടി കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതല്ലാതെ ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകമാകുന്ന SKSFിൻ്റെ പ്രവർത്തകന്മാർ ആരെങ്കിലും തമ്മിൽ തല്ലിക്കാനോ അല്ലെങ്കിൽ ചോര കുടിക്കാനോ പ്രശ്നങ്ങളുണ്ടാക്കാനോ അങ്ങനെയൊന്നും ഒരുങ്ങിക്കൂട്ടിയ ഒരു സദസ്സൊന്നുമല്ല ഈ സദസ്സെന്ന് പറയുന്നത്. ഇതൊക്കെ പറയാനുണ്ടായ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ വാക്കുടുസ്ത അവിടെ പറഞ്ഞല്ലോ, സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ അവസാന തീരുമാനം എന്ന് പറഞ്ഞാൽ നിലവിൽ വാഫിയുമായി ബന്ധമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു സിലബസ് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഇവിടെയുള്ള സംഘാടകർ എന്ന് പറഞ്ഞാൽ സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങൾ SVSൻ്റെ കൊണ്ടോട്ടി മണ്ഡലം, അതേപോലെ തന്നെ എടവണ്ണപ്പാറ മേഖല, SVSൻ്റെ വാഴക്കാട് പഞ്ചായത്ത് തുടങ്ങിയ പല കമ്മിറ്റികളും ഇവിടെയുള്ള സ്ഥാപനങ്ങളുമായി, ഈ സ്ഥാപനത്തിൽ നേരത്തെ വാഫി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ റഷീദിയിലുണ്ടായിരുന്നു, മണ്ഡലം നോക്കുകയാണെങ്കിൽ വേറെ കുറേ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ അധികാരികളുമായി ബന്ധപ്പെട്ടു. ഇങ്ങനെയൊരു വിഷയം വരുമ്പോൾ വളരെ രമ്യമായി നമ്മുടെയൊക്കെ ഇടയിൽ പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവൊക്കെ നിലനിൽക്കുന്ന രീതിയിൽ, ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സ്ഥാപനത്തിൽ സമസ്ത പറയുന്ന സിലബസ് അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങൾ നമ്മളിതുമായി ബന്ധപ്പെട്ട നേതാക്കളെ നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഇവിടെ റഷീദി അറബിക് കോളേജിൻ്റെ സ്വാഭാവികമായും എടവണ്ണപ്പാറ മേഖലയിലെ ആളുകളായിരിക്കും. റഷീദി അറബിക് കോളേജിൻ്റെ വിഷയത്തിലും ഈ റമദാനിലല്ല, അതിൻ്റെ തൊട്ടു മുമ്പത്തെ റമദാനിൽ പല തവണയായി ബഹുമാനപ്പെട്ട അതിൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട റഷീദി അറബിക് കോളേജിൻ്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ഒരാളോട് പോലും ഒരു വ്യക്തി വൈരാഗ്യവും നമുക്കില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെ ആരും തെറ്റിദ്ധരിപ്പിക്കാനും വരേണ്ടതില്ല, അങ്ങനെ ആരും ചിത്രീകരിക്കുകയും ചെയ്യേണ്ടതില്ല. വളരെ ആദരവും ബഹുമാനമൊക്കെ നമ്മൾ അവരോട് കൽപ്പിക്കുന്നു, അവരെ നമ്മൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരുടെ എല്ലാ ബഹുമാനവും നമ്മൾ നിലനിർത്തുന്നു. പക്ഷേ നമ്മൾ അവരോടുള്ള എതിർപ്പ് എന്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാത്ത ആദർശ സംബന്ധമായ ഒരു വിയോജിപ്പ് മാത്രമേ നമുക്കുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ ജബ്ബാറാജിയോട് സംസാരിച്ചിട്ടുണ്ട്, നേരിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സ്നേഹോഷ്മളമാകുന്ന സ്വീകരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ പാരസ്പര്യ ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പിന്നിൽ അടിയുറച്ചു നിന്ന് പരസ്പരം തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരില്ലാതെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 74 വയസ്സായി ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിന്. എത്ര ദൂരത്തു നിന്നാണ് അദ്ദേഹം യാത്ര ചെയ്ത് അവിടെ വരുന്നത്? അവരൊക്കെ ഈ ഒരു സമയത്തും ഷുഗർ രോഗിയാണ്, പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. എന്നിട്ടും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലനിൽക്കണമെന്ന ആഗ്രഹത്തിലാണ്. നമ്മളും ആ ആഗ്രഹത്തിൽ തന്നെയാണ് ഈ നേതാക്കന്മാരൊക്കെ നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടത്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കാനുള്ള ലക്ഷ്യവും നമ്മളിതിൻ്റെ പിന്നിലില്ല. ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കലോ അല്ലെങ്കിൽ ആളുകളെ ആക്ഷേപിക്കലോ ബഹുമാനപ്പെട്ട SKSൻ്റെ പ്രവർത്തകന്മാർ ചെയ്തിട്ടില്ല, ആരും ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള ഒരു പോളിസി പോലും നമുക്കില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റഷീദിയുടെ വിഷയത്തിൽ ഇങ്ങനെ നിരന്തരമായി നമ്മുടെ നേതാക്കന്മാരുമായി ആവശ്യപ്പെട്ടു. ആ വർഷം നമ്മോട് പറഞ്ഞു, ഈ വർഷത്തിലെ കുട്ടികൾ മുന്നോട്ട് പോകും, അതിനുശേഷമുള്ള അഡ്മിഷൻ അതുണ്ടാവുകയില്ല എന്നൊക്കെ നമുക്ക് വാക്ക് തന്നു. ബഹുമാനപ്പെട്ടതിൻ്റെ നേതാക്കന്മാരെ തന്നെ പബ്ലിക്കായി സംസാരിച്ചൊക്കെ ചെയ്തു. നമ്മളൊക്കെ സംസാരങ്ങളൊക്കെ കേട്ട് കാണും. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വർഷം അതിൽ അഡ്മിഷൻ വന്നു, അഡ്മിഷൻ്റെ പ്രോസസ്സിങ് നടന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം 7 കുട്ടികളെ അവിടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. സ്വാഭാവികമായും നമ്മളതിൻ്റെ നേതാക്കന്മാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനുകൂലമാകുന്ന രീതിയിൽ അതിൻ്റെ സമീപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തആല ഖൈറാകുന്ന രീതിയിൽ അതിൻ്റെ തീരുമാനങ്ങൾ എത്തിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബ്. അതല്ലാതെ വേറൊരു വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളൊക്കെ SKSൻ്റെ പ്രവർത്തകന്മാരാ അല്ലെങ്കിൽ SVSൻ്റെ പ്രവർത്തകന്മാരാ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ SKSൻ്റെ പ്രവർത്തകന്മാർ എന്ത് ചെയ്തു, SVSൻ്റെ പ്രവർത്തകന്മാർ എന്ത് ചെയ്തു എന്ന് നിരന്തരമായി ചോദിക്കുന്നുണ്ട്. നമ്മളത് കാണാത്തതോ അറിയാത്തതോ നമ്മളോട് അത് ആരും പറയാത്തതോ അല്ല. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മുടെയൊക്കെ ബലം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തടയാമായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വളരെ മാന്യമായി നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നേതാക്കന്മാരുടെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞ് ഈ വിഷയങ്ങളെ രമ്യമായി പരിഹരിച്ച് നമ്മുടെ പ്രദേശത്തുള്ള ഐക്യവും സ്നേഹം നിലനിർത്തി പരസ്പരം തമ്മിൽ തെറ്റാതെ പരസ്പരം കുറ്റപ്പെടുത്താതെ അങ്ങനെയുള്ളൊരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒറ്റ ലക്ഷ്യത്തിലാണ് ഇത്രയും കാലം ക്ഷമിച്ചും സഹിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോയത്. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട റഷീദിയുടെ ഭാരവാഹികളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിനെതിരെ മുന്നോട്ട് പോയാൽ അതേതറ്റം വരെയും പോയി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ ആ സ്ഥാപനം സംരക്ഷിക്കുന്നതിന് മുന്നിലുണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും നമുക്ക് ഇപ്പോഴും ഇല്ല. ആ വിഷയം പറഞ്ഞതിന് എന്താ കുഴപ്പം? ഈ ഒരു പരിപാടിയെ തന്നെ ആക്ഷേപിച്ച ആളുകളുണ്ട്. SKS ഒരു പരിപാടി വെക്കുന്നത് സമസ്തയുടെ തീരുമാനം പറയാനാ, സമസ്ത പറഞ്ഞത് പറയാനാ, അതിന് നമ്മളെന്താ ആക്ഷേപിക്കേണ്ടത്? ഞാനീ പറഞ്ഞതും എന്ന് പറഞ്ഞാൽ റഷീദി അറബിക് കോളേജിൽ വാഫി സിലബസ് ഒഴിവാക്കി സമസ്ത പറയുന്ന അല്ലെങ്കിൽ സമസ്ത അംഗീകരിച്ച് ഏതെങ്കിലും ഒരു സിലബസ് തുടങ്ങണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അത് ഇന്നതാവണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ രമ്യമായ രീതിയിൽ ആ സ്ഥാപനത്തിൻ്റെ മേധാവികൾ ബഹുമാനപ്പെട്ട സമസ്തക്ക് എല്ലാ അർത്ഥത്തിലും
ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ സമസ്ത പറയുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമ അത് ഹക്കാണ്, അത് ഹക്കാണ്. അതിൽ യാതൊരു സംശയവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്തകൾ ജമിയത്തുൽ ഉലമയെ എന്ന് പറഞ്ഞാൽ സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് ഒരു ഗൗരവമായ കാര്യമായി നമ്മൾ കാണണം. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമ ഇലാഹിയായ സംഘടനയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പറയുന്ന ആളുകളാണ്, അത് നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമ ഇലാഹിയായ സംഘടനയാണെന്ന് പറയുമ്പോൾ ആ ഇലാഹിയാകുന്ന സംഘടനയുടെ നേതാക്കന്മാരെ തേജോവധം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1926 എന്തിനാ സമസ്തകൾ ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്? നമ്മൾ ചരിത്രം പഠിക്കണ്ടേ? സമസ്തകൾ ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് ഇസ്ലാമിനെ തള്ളി പറഞ്ഞതിൻ്റെ പേരിലല്ല, ഇസ്ലാമിനെ വിലക്കിയതിൻ്റെ പേരിലല്ല. ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമിൻ്റെ ആളാണെന്ന് പറഞ്ഞു വരികയും എന്നാൽ ഇസ്ലാമിൻ്റെ ഷിആറുകളെ ധിക്കരിക്കുകയും ചെയ്ത ആളുകൾക്കെതിരെ പടപൊരുതാനാണ് സമസ്തകൾ ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് എന്ന് പറഞ്ഞാൽ, ഒന്നും കൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ നാടിലൊക്കെ വന്നിട്ട് നമ്മോട് പറയുകയാണ്, നിങ്ങളെ മുൻഗാമികളാകുന്ന ആളുകൾ, നിങ്ങളെ വാപ്പമാർ, വല്ലിപ്പന്മാർ, ഉസ്താദുമാർ, നിങ്ങളെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാകുന്ന മഹാന്മാരാകുന്ന ആരിഫീങ്ങളാകുന്ന വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെയുള്ള മമ്പ്രന്തങ്ങളെ പോലെയുള്ള പൊന്നാനി മഖ്ദൂമുമാരെ പോലെയുള്ള മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ, അവരൊക്കെ ഷിർക്കിൻ്റെ വക്താക്കളാണ്. നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് ഷിർക്കിൻ്റെ ആലയത്തിലേക്കാണ്, കുഫ്രിയത്തിലേക്കാണെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ഷിആറുകളെ ധിക്കരിക്കുന്നു. സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ഷിആറുകളെ ധിക്കരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ തകർക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ആ സാഹചര്യം ഇവിടെ ഉണ്ടായത്? നമുക്കറിയുന്ന കാര്യമാണ്. 26 അല്ലെങ്കിൽ 20 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ മുസ്ലിം ആളുകൾ എന്ന് പറഞ്ഞാൽ മാപ്പിള മുസ്ലിമീങ്ങൾ ഇവിടെ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്നു. ഈ സന്ധിയില്ലാ സമരം ചെയ്യുന്ന സമയത്ത് ഇവരുടെ അരികിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെയുള്ള യുദ്ധക്കളത്തിൽ വീട്ടിൽ അരപ്പട്ടണിയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ല, ഇങ്ങനെയുള്ള ഒരു പ്രയാസഘട്ടങ്ങളിൽ പോലും എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ ഈ മുസ്ലിം മാപ്പിള പോരാളികൾ നിലനിൽക്കുന്നതെന്ന് ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നു. അപ്പോഴാണ് ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനും പറ്റുന്ന മാർഗം ഇസ്ലാമിനെ എതിർക്കലല്ല, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യലല്ല, നേരെ മറിച്ച് ഇസ്ലാം ആദരിക്കുന്ന ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ ഷിആറുകളെ നിരാകരിക്കുന്ന ഒരു വിഭാഗത്തെ ഇവിടെ വളർത്തിയെടുക്കുക എന്നുള്ളത് അവിടെ ലക്ഷ്യമായി കണ്ടത്. ഇത് ലോകാടിസ്ഥാനത്തിൽ ചെയ്ത കാര്യമാണ്. അങ്ങനെയാണ് വഹാബിസം ഇവിടെ കടന്നു വരുന്നത്. അവർ ചെയ്തതെന്താ? ഇസ്ലാമിനെ തള്ളി പറഞ്ഞില്ല. മഹാന്മാരാകുന്ന നമ്മുടെ ഉസ്താദുമാരെ വഴിയായി അവർ തള്ളിപ്പറഞ്ഞു. മമ്പ്രന്തങ്ങൾ പോലെയുള്ള മഹാരന്മാരെ തള്ളിപ്പറഞ്ഞു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? മഹാന്മാരാകുന്ന നമ്മുടെ ആലിമീങ്ങളെയും ഉസ്താദുമാരെയും അവരുടെ നിയമങ്ങളെയും മതനിയമങ്ങളെയും തള്ളിപ്പറഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾക്കിടയിൽ വിശ്വാസപരമായ അപജയങ്ങൾ സംഭവിച്ചു. മഹാന്മാരാകുന്ന ഉസ്താദുമാർ, മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ, അതിലപ്പുറം മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെല്ലാം ഇറങ്ങിക്കൊണ്ട് ഇതിന് സംരക്ഷണ കവചമൊരുക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തരമൊരവസ്ഥയിലേക്ക് ഇനിയും കാലം വരികയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഷിആറുകളെ കൃത്യമായി അവഹേളിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം പോവുകയാണ്. ആരാ പോകുന്നത്? നമ്മുടെ സമുദായത്തിൻ്റെ ആളുകൾ തന്നെയാണ്. അത് നമ്മൾ ഗൗരവത്തിൽ കാണണം. ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അത്തരമൊരു പ്രവർത്തികൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും പ്രവർത്തിക്കുന്ന അവരെ ഉപദേശിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആ ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല, ഈ ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല, തങ്ങൾ ഉസ്താദിൻ്റെ ആ നിലപാട് ശരിയായില്ല, ഈ നിലപാട് ശരിയായിരുന്നു എന്നൊന്നും നമ്മൾ പറയരുത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്, ഖുർആനിൻ്റെ ആയത്താണ്. എന്താ ആയത്തിൻ്റെ അർത്ഥം? ഇസ്ലാമിനെ അള്ളാഹു തആല സംരക്ഷിക്കും. അത് അള്ളാഹു തആല സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് കേരളക്കരയിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്ത പ്രസ്ഥാനമാണ് സമസ്തകൾ ജമിയത്തുൽ ഉലമ. ആ സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നുണ്ടായ നേതാക്കന്മാരൊന്നുമില്ല. മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കൂടിയിരിക്കുന്ന സദസ്സിൽ നിന്ന് അന്നത്തെ കാലത്ത് പ്രധാനികളാകുന്ന ആളുകൾ പലതവണ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളും അതിൻ്റെ നേതൃപദവിയിലേക്ക് വരുന്നതും ഒക്കെ അങ്ങനെയാണ്. ഇന്ന് കാണുന്ന സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ അഭ്യന്തനാകുന്ന നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് അവർകൾ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഐക്യവും സ്നേഹവും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയും സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ കടന്നു വന്ന് സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായി ഇവിടെ പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ പ്രഖ്യാപിച്ചത്. അതെല്ലാവരോടും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾക്കൊക്കെ അംഗീകരിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അത് സമസ്തയുടെ ഒരു പാരമ്പര്യമാണ്.
ആ പാരമ്പര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത്തരം നേതാക്കളെ തേജോവധം ചെയ്യുന്നത്, അവരെ അപഹസിക്കുന്നത്, അവരെ ചീത്ത വിളിക്കുന്നത്, നമ്മളത് കാണുമ്പോൾ രസിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് താൽക്കാലികമായ ഒരു രസമല്ല. നേരെ മറിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുവാനും ഇവിടെ മറ്റു പലരും ഉണ്ടാക്കുന്ന അജണ്ടകൾ, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകൾ വളരെ മൈന്യൂട്ടാകുന്ന, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന, പ്രത്യേകിച്ച് സമസ്ത ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കും ഇടയിൽ വരുന്ന വളരെ മൈന്യൂട്ടാകുന്ന കാര്യങ്ങൾ പർവ്വതീകരിച്ചു കൊണ്ടുവരിക. വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തീരുമാനം പറഞ്ഞപ്പോൾ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച ചെയ്തുകൊണ്ടൊരു തീരുമാനം പറഞ്ഞപ്പോൾ, ആ തീരുമാനങ്ങൾ അത് സമസ്ത ജമിയത്തുൽ ഉലമയുടെ അല്ലെങ്കിൽ സയ്യിദുൽ ഉലമയുടെ ഒരു തീരുമാനം മാത്രമാക്കി ചിത്രീകരിച്ച് അതിനെ പർവ്വതീകരിച്ചു കൊണ്ടുവന്നതാരാ? ഇവിടുത്തെ മീഡിയ വണ്ണാണ്, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. സ്വാഭാവികമായും ഇത്തരം അജണ്ടകൾ പലപ്പോഴും നമ്മൾ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ ഷിആറുകൾ അത് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ പണ്ഡിതന്മാർ, ദീനിനെ സ്നേഹിക്കുന്ന, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ആബിദികളുമാകുന്ന പണ്ഡിതന്മാരാണ്. അതിൻ്റെ സംവിധാനങ്ങളാണ് സമസ്ത ജമിയത്തുൽ ഉലമയാണ്. അതിൻ്റെ സംവിധാനങ്ങളാകുന്ന സുപ്രഭാതം ഉൾപ്പെടെയുള്ള എല്ലാം അതിൽപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹക്കായ പാതയിലാണ്. ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമ 100 വർഷത്തിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നുവരെ സമസ്ത ജമിയത്തുൽ ഉലമയുടെ കൊടി പിടിച്ചതിൻ്റെ പേരിൽ ഒരാളെയും ഒരു കുഫ്രിയത്തിലേക്കോ ബിദ്അത്തിലേക്കോ കൊണ്ടുപോയിട്ടില്ല. അഭിമാനത്തോടുകൂടി സമസ്ത ജമിയത്തുൽ ഉലമയുടെ പതാക പിടിച്ചാൽ ഇനിയും നമുക്ക് നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളും വഴിപിഴക്കേണ്ടി വരില്ല. നേരെ മറിച്ച് എന്തെങ്കിലും കളങ്കവുമായി നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ ആഖിബത്ത് മോശമായി പോകും. നമ്മുടെ മുമ്പിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ജീവിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മരിക്കണം. വരും തലമുറക്കും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ജീവിക്കാൻ അവസരമൊരുക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാനുള്ളത്, ഇടവണ്ണപ്പാറ മേഖലയിലെ പ്രവർത്തകന്മാർ ഒരൊറ്റ ദിവസത്തെ ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രചരണം, ഈ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ഈ പടയണി തയ്യാറാണ് എന്ന് ഈ സദസ്സ് വിളിച്ചു പറയുകയാണ്. ഇത് ആരെയും ബോധിപ്പിക്കാനല്ല, പക്ഷേ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ, സമുദായത്തിൻ്റെ ഇടയിൽ വിഘ്നം സൃഷ്ടിച്ചുകൊണ്ട് ഇതിൽ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഈ സമുദായത്തെ ഛിന്ന ഭിന്നമാക്കാൻ വരുന്ന ആരെങ്കിലും ഇതിന് മനപ്പായസമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സമസ്ത ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യമാണ്. സമസ്ത ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽപ്പെട്ട പല തീരുമാനങ്ങളും പിൽക്കാലത്താണ് സമൂഹത്തിന് ബോധ്യപ്പെട്ടത്, സമുദായത്തിന് ബോധ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് ആ തീരുമാനങ്ങളെ അങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന് പിന്നീടാണ് സമൂഹത്തിന് ബോധ്യപ്പെട്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്, പിന്നീടാണ് ബോധ്യപ്പെടുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമ തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകനാണ് ഞാനെന്ന് പറയുന്ന എല്ലാവർക്കും ബാധ്യസ്ഥരാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത്, അതിനെ എതിർക്കുന്നത് അദ്ദേഹത്തോടുള്ള അല്ലെങ്കിൽ അയാളോടുള്ള ഒരു വ്യക്തിവൈരാഗ്യമായി ആരും കാണേണ്ടതില്ല, അങ്ങനെ ആരും ചിത്രീകരിക്കേണ്ടതില്ല. അങ്ങനെ സമസ്ത ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾക്കെതിരെ പറയുന്ന ആളുകളെ ഇങ്ങനെയുള്ള സദസ്സുകളിലോ മറ്റോ ഒക്കെ പറയേണ്ടി വന്നാൽ അതിന് ഉത്തരവാദിയർ അവർ മാത്രമായിരിക്കും. സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ അത് പറയേണ്ടി വന്നാൽ പറയുകയും ചെയ്യുന്നുവെന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ മഹല്ലുകളും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കണം. ഇതിനെ അപജയപ്പെടുത്തി കഴിഞ്ഞാൽ, ഇതിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ പറയും SKS പ്രവർത്തനം ഇവിടെ വേണ്ട, പള്ളിയിൽ പിരിവ് വേണ്ട എന്നൊക്കെ പറഞ്ഞെന്ന് വരും. നമ്മൾ മനസ്സിലാക്കണതൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് വേണം പറയാൻ. SKS പ്രവർത്തനം ഇവിടെ വേണ്ട അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തനം ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത് എന്താ? നമ്മുടെ നാട്ടിൽ ദീനി പ്രവർത്തനം നടത്തുന്ന ആളുകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് ഒരു മൂലയിലാക്കുന്നു. പിന്നെ ആരാണ് ദീനി പ്രവർത്തനം ചെയ്യാൻ വേണ്ടി കടന്നു വരിക? അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൊന്നും ആരും അകപ്പെടരുത്. നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച ഐക്യം, നമ്മൾ കാത്തു സൂക്ഷിച്ച സ്നേഹം, അങ്ങനെയുള്ള സ്നേഹവുമായി മുന്നോട്ട് പോകണം. ഇത്തരം സദസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് പറയാനുള്ളതും അതുമാത്രമാണ്. ജീവിതാന്ത്യം വരെ എന്ന് പറഞ്ഞാൽ മരണം വരെ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആ പാന്താവിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മരിക്കാൻ ഞാനും നിങ്ങളും പ്രതിജ്ഞയെടുത്ത് വേണം ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ. ബഹുമാനപ്പെട്ട മഹാന്മാരാകുന്ന ഒരുപാട് ഉസ്താദുമാരും നേതാക്കന്മാരും ആലിമീങ്ങളും ഒക്കെ ഉള്ള സദസ്സാണ്. ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് വളരെ കൃത്യമായി സമസ്ത ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞ കാല ചരിത്രങ്ങളും ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത എടുത്ത തീരുമാനങ്ങളും നമ്മോട് ബോധിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, SKSന്റെയും SVSന്റെയും ഒക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകന്മാർ, സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെങ്കിലും
ആരെങ്കിലും ഇട്ടുതരുന്ന അജണ്ടകളെ പിന്നാലെ പോയി ആരെങ്കിലും അവഹേളിക്കാനോ ആരെങ്കിലും ചീത്ത പറയാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ നമ്മൾ മുന്നോട്ട് പോകരുത്. ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമ പറഞ്ഞ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാം. പക്ഷേ അതിനാരെയും ആക്ഷേപിച്ചുകൊണ്ടാവരുത്. നമുക്കെല്ലാം ഇവിടെ നിൽക്കണം. ആരെയും എന്ന് പറഞ്ഞാൽ ഒരാളെയും, അത് സംഘടനാ പ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏതെങ്കിലും ആളുകളാണെങ്കിലും അവരെയൊന്നും നമ്മൾ ആക്ഷേപിച്ചു പറയരുത്. ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ നമുക്കത് പഠിപ്പിച്ചു തന്ന പാഠമല്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദർശം പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകളും നമ്മൾ മറ്റുള്ളവരുമായുള്ള സംസാരങ്ങളും ഒക്കെ ആ അർത്ഥത്തിൽ ബഹുമാനത്തോടും ആദരവോടും കൂടി നമ്മൾ മുന്നോട്ട് പോയി ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ഏത് സന്നിഗ്ധ ഘട്ടം വന്നാലും ഒരു വിളിപ്പാടകലെ നിങ്ങൾ ഉണ്ടാകണമെന്നും ആവശ്യം വരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളെ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ ഒരുമിച്ച് കൂടി സമസ്തകൾ ജമിയത്തുൽ ഉലമക്ക് ശക്തി പകരണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വാഹിറു ദഅ്വതിന അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിൽ SNEC-യുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള SNEC-യുടെ പുതിയ പദ്ധതി ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അതിൻ്റെ പ്രാരംഭം എന്ന് പറഞ്ഞാൽ മുഖദ്ദിമ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ജൂൺ മാസം 3-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സയ്യിദുൽ ഉലമ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അഭിനന്ദന്മാരാകുന്ന ഒരുപാട് നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ആവേശത്തോടു കൂടി SNEC എന്ന് പറഞ്ഞാൽ സമസ്തയുടെ പുതിയ സംവിധാനമാണ്. അത് നമ്മൾ നിലനിർത്തേണ്ടതാണ്. നമ്മൾ തന്നെയാണ് അതിൻ്റെ പ്രചാരകരാവേണ്ടത്. ആ അർത്ഥത്തിലൊക്കെ അതിനെ സ്നേഹിച്ചുകൊണ്ട് ആ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കണം. ആദ്യാവസാനം വരെ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി ഒരു വൻ വിജയമാക്കണമെന്ന് നിങ്ങളോട് വളരെ വിനീതമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഈ പരിപാടിയെക്കുറിച്ച് തെറ്റായ രീതിയിൽ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ പറഞ്ഞ തീരുമാനങ്ങൾക്കപ്പുറം ഇവിടെയുള്ളൊരു പ്രവർത്തകന്മാരും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം അത്തരം ആളുകളെ, ആ സമസ്തകൾ ജമിയത്തുൽ ഉലമ പറയുന്ന തീരുമാനങ്ങൾക്കെതിരെ ചെയ്യുന്ന ആളുകളെ അത് കണ്ടറിയാനും ആവശ്യമെങ്കിൽ കൊണ്ടറിയാനും ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടി സൂചിപ്പിച്ച് വാഹിറു ദഅ്വതിന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഈ മഹത്തായ ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ട് ഷുക്കൂർ സാഹിബ് നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു ഏറ്റവും ബഹുമാന്യനായ നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ MP ഉസ്താദ്, അതുപോലെ ഈ അധ്യക്ഷപദം അലങ്കരിച്ച മേഖലാ SKSM പ്രസിഡന്റ്, നേരത്തെ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ വാക്കോട് ഉസ്താദ്, അതുപോലെ നമ്മളെ സ്റ്റേജിൽ ബഹുശ്രായ നമ്മുടെ സലാം മൗലവി, അതുപോലെ ഖാലിദ് ബാക്കവി, നമ്മുടെ മറ്റ് ദാരിമി അടക്കമുള്ള ഈ CBMS-ലെ യൂനുസ് ഫൈസി ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തിയ നമുക്ക് സവിസ്തരം നമ്മുടെ ഈ സംവിധാനവുമായി അവതരിപ്പിച്ചു തന്ന ബഹുമാന്യനായ യൂനുസ് ഫൈസി ഉസ്താദ്, അതുപോലെ ദുബായ് KMCC-യുടെ ബഹുമാന്യനായ നമ്മുടെ ഖാലിദ് ബാക്കവി, അതുപോലെ ദുബായ് SKSF-ൻ്റെ സെക്രട്ടറി ബഹുമാന്യനായ സലാം സാഹിബ്, അവിടെ ജബ്ബാർ ഹാജി, നമ്മുടെ അലവി ഹാജി, നമ്മുടെ ഉസ്സൻകുട്ടി സാഹിബ്, അതുപോലെ മുഹമ്മദ് അലി സാഹിബ്, അതുപോലെ നമ്മുടെ ഈ മേഖലാ SKSM-ൻ്റെ ഭാരവാഹികൾ, ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, നമ്മുടെ SKSM-ൻ്റെ പ്രവർത്തകന്മാർ, ഇൻഷാ അല്ലാഹ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ നമ്മൾ വളരെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ഈ ഇന്നലെ തന്നെ മിനിയാന്ന് തീരുമാനിച്ച പരിപാടി ഒരു ദിവസം കൊണ്ട് ഇത്രയധികം ആളുകളെ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാനുള്ളത് സമസ്തയുടെ സ്ഥാപനം നമ്മുടെ വരുതിക്ക് കീഴിലാക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഏതറ്റം വരെ പോകാനും നമ്മളെല്ലാവരും തയ്യാറാണെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് നമ്മൾ ഈ സംവിധാനവുമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നേരത്തെ ഈ സംവിധാനമായി എങ്ങനെ മുന്നോട്ട് പോയി സമസ്ത എടുത്ത തീരുമാനത്തിൻ്റെ അതിലടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. മറ്റൊരു സംവിധാനത്തോടും നമ്മൾ എതിരല്ല എന്ന് നേരത്തെ യൂനുസ് ഫൈസി ഉസ്താദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു. സമസ്ത ഏത് കാലത്തും എടുത്ത തീരുമാനത്തിൽ ആ തീരുമാനം ശരിയായ തീരുമാനമാണെന്ന് പിൻകാലത്ത് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇപ്പോഴെടുത്ത തീരുമാനവും അത് തെളിയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ CBMS എത്തിങ്കാനയിൽ ഇവിടെ വാഫിയുടെ ഇത് സംവിധാനം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ SNEC ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മുടെ മേഖലയിലെ നിരവധി സ്ഥാപനങ്ങൾ 3 സ്ഥാപനങ്ങളാണ് നിലവിൽ നമുക്ക് വാഫി ആയിട്ടുണ്ടായിരുന്നത്. ഒരു സ്ഥാപനം മാത്രമാണ് കണ്ണിയത്ത് ഇസ്ലാം സെൻ്റർ വാഫി സ്ഥാപനം ഒഴിവായി
അതുപോലെ CBMS ഇവിടെ വാപിസ്ഥാനം ഒഴിവായി, അതുപോലെ നമ്മുടെ ലിവാൽ ഹുദ വാഫി ഒഴിവായി, SNEC ആയി. ഇൻഷാ അല്ലാ അടുത്തത് നമ്മുടെ റഷീദിയ അറബിക് കോളേജ് കൂടി ഇൻഷാ അല്ലാ നമ്മുടെ സ്ഥാപനം CIC-യിൽ നിന്ന് മാറി സമസ്ത അംഗീകരിക്കുന്ന ഏതൊരു കോഴ്സാണെങ്കിലും ഇൻഷാ അല്ലാ ഭാവിയിൽ അവിടെ തുടങ്ങാനുള്ള എല്ലാ സംവിധാനവും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിനൊക്കെ നമ്മളെല്ലാവരുടെയും കൂട്ടായ ശ്രമം ആവശ്യമാണ്. നമുക്ക് ആരോടും വ്യക്തിവിരോധമില്ല. നമ്മൾ സമസ്തയുടെ അജയ്യമായ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും വിളിക്കുന്ന മുറക്ക് എല്ലാവരും നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ സന്നിഹിതരാണെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഈ യോഗം 3 സ്വലാത്തോടു കൂടി ബഹുമാനായ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ മുബാറക് അടക്കമുള്ള ആളുകളുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഇവിടെ 3 സ്വലാത്തോടു കൂടി അവസാനിച്ച് അറിയിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം.